അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇപ്രാവശ്യം SSLC, +2, VHSC, CBSE, അതേപോലെ മദ്രസയിലെ ടോപ്പ് പ്ലസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, കുറച്ച് പേരിപ്പോൾ കൂടുതൽ വന്നിട്ടുണ്ട്. അവർ കൂടി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ബാക്കിലൊക്കെ 5-6 പേര് വന്നിട്ടുണ്ട്. നാം കഴിഞ്ഞ 4 വർഷമായി തുടങ്ങി വെച്ച ഈ അനുമോദന ചടങ്ങ് പതിവ് പോലെ എല്ലാ വർഷവും ജൂൺ 2-ാം വാരമാണ് നടത്താറുള്ളത്. അതേപോലെ കഴിഞ്ഞ വർഷം ജൂൺ 15-നാണ് നടത്തിയത്. ഇപ്രാവശ്യം ജൂൺ 13-നാണ്. കാരണം ഇപ്പോൾ തന്നെ വൈകിപ്പോയോ എന്നൊരു സംശയമുണ്ട്. നമ്മുടെ മഹല്ലാണ് ഈ പരിസര മഹല്ലുകളിൽ ഇങ്ങനെ ഒരു മാതൃക നാടിനു വേണ്ടി ചെയ്യുന്നത്. പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, പാർട്ടിസിപ്പേഷൻ വളരെ കുറവാണ്. നമുക്ക് 28-29 കുട്ടികളാണ് A+. SLC ആണെങ്കിൽ 5 A+ഉം അതിൽ കൂടുതൽ A+ഉം 6, 7, 8, 9, 10 അങ്ങനെ. +2 ആണെങ്കിൽ 3 A+ൽ കൂടുതലുള്ള കുട്ടികൾ. പിന്നെ മദ്രസ ആണെങ്കിൽ 5-ാം ക്ലാസ്സും 7-ാം ക്ലാസ്സുമുള്ള പൊതുപരീക്ഷകളിൽ പാസ്സായ ടോപ്പ് പ്ലസ് നേടിയ കുട്ടികൾ. പിന്നെ CBSE, VHSC, +2 പോലെ തന്നെ, അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്തരം കുട്ടികളെ നമ്മൾ ആദരിക്കുമ്പോൾ ഈ പ്രാവശ്യം നാം SSLC പാസ്സായ എല്ലാ കുട്ടികളെയും നാം വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. കാരണം അവർക്ക് മെമൻറ്റോ കൊടുക്കാനല്ല, ഇൻ്റർനാഷണൽ ട്രെയിനറായിട്ടുള്ള റാഫി പൊന്നാനി സാഹിബിൻ്റെ ക്ലാസ് കേൾക്കാൻ വേണ്ടി ക്ഷണിച്ചിട്ടുണ്ട്. എല്ലാ കുട്ടികളെയും. ഇപ്പോൾ 11-ാം വാർഡും 12-ാം വാർഡും 13-ാം വാർഡിലായിട്ടാണ് നമ്മുടെ മഹല്ല് സ്ഥിതി ചെയ്യുന്നത്. ഈ മഹല്ലിലെ ഈ 3 വാർഡുകളിലെയും, അതേപോലെ 10-ാം വാർഡിൽ കുറച്ച് വീടുകളുണ്ട്, 7-ാം വാർഡിൽ 2-3 കുറച്ച് വീടുകളുണ്ട്. എല്ലാ മെമ്പർമാരെയും വിളിച്ച് അവരുടെ പക്കൽ നിന്ന് ഇപ്രാവശ്യം പൊതുപരീക്ഷകളിൽ പാസ്സായ എല്ലാ കുട്ടികളുടെയും പേരും നമ്പരും അഡ്രസ്സും കളക്ട് ചെയ്ത് എല്ലാവരെയും വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, അതൊന്നും വിജയത്തിലേക്ക് എത്തിക്കാണുന്നില്ല. പലരും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 4-5 ആൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ 2 മണിയാണ് പറഞ്ഞത്, നമ്മൾ 2:30-ക്കാണ് തുടങ്ങുന്നത്. ഇപ്പോൾ തന്നെ വൈകിട്ടുണ്ട്. അസർ 4 മണിയാകുമ്പോൾ നിർത്താനായിരുന്നു നമ്മളെ തീരുമാനം. പക്ഷേ ഇന്നൊരു 4-4:30 ആയേക്കും. നാം ഇന്ന് ഇവിടെ ഈ ചടങ്ങ് സംഘടിപ്പിച്ചതിന് പ്രധാന ഉദ്ദേശം നമ്മുടെ മഹല്ലിലെ കുട്ടികൾക്ക് പ്രചോദനമേകുക, അവരുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള മോട്ടിവേഷൻ, നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും സജഷനും നൽകുക എന്ന ഒരു ലക്ഷ്യത്തോടെയാണ് ഈ ക്ലാസ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മാക്സിമം വന്നവരും, അതേപോലെ ഈ വന്നവർ തന്നെ വരാത്തവർക്ക് അതിൻ്റെ പാഠങ്ങൾ അല്ലെങ്കിൽ കേട്ടത് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടും ഈ ഒരു നാം നമ്മുടെ മഹല്ല് നടത്തുന്ന ഈ ഒരു ഉദ്യമത്തിനുള്ള ഒരു റിസൾട്ട് നമ്മളെ മഹല്ലിൽ നിന്നും ഉണ്ടാകേണ്ടതുണ്ട്. അതിനെല്ലാവരും പ്രയത്നിക്കണമെന്ന് ഞാൻ ആമുഖമായി പറയട്ടെ. നമ്മുടെ മഹല്ലിൽ നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ മഹല്ലിൽ ഒരുപാട് പേര് ഉന്നത വിദ്യാഭ്യാസം നേടി ഉന്നതങ്ങളിലെത്തിയിട്ടുണ്ട്. IAS നേടിയ റിഷിൻ ഇസ്മായിൽ എന്ന ഇപ്പോൾ കളക്ടറാണ്. അതേപോലെ ഒരുപാട് ഡോക്ടർമാരും എഞ്ചിനീയർമാരുമായി നമ്മുടെ മഹല്ലിൽ നിന്നും ഒരുപാട് പേര് ഉന്നതങ്ങളിൽ എത്തിയിട്ടുണ്ട്. ഇനിയും നമ്മുടെ മഹല്ലിൽ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ, അതേപോലെ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ പരീക്ഷകൾ, അതേപോലെ നമുക്ക് എത്തിപ്പെടാൻ ശ്രമിക്കുന്ന, ഒരു പക്ഷേ നാം സാധാരണ പരിശ്രമിക്കാറില്ല പൊതുപരീക്ഷകളിലേക്കും മത്സര പരീക്ഷകളിലേക്കും കുട്ടികളെ താല്പര്യമെടുത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുക എന്ന ഒരു ലക്ഷ്യമാണ് നാം ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വളരെ സന്തോഷത്തോടു കൂടെയായിട്ട് നമ്മുടെ മഹല്ലിന് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് നാം ഇതുകൊണ്ടിരിക്കുന്നത്. അത് എല്ലാ രക്ഷിതാക്കളും കണക്കെടുത്തുകൊണ്ട് അടുത്ത വർഷം മുതൽ ഈ പരിപാടി കുറച്ചുകൂടെ വിജയിപ്പിക്കാൻ വേണ്ടി മുൻവരണമെന്ന് അഭ്യർത്ഥിക്കുന്നതോടൊപ്പം ഇന്ന് പരിപാടിക്ക് വന്ന എല്ലാവർക്കും, പ്രത്യേകിച്ചും SSLC, +2, VHS ടോപ്പ് പ്ലസ് പരീക്ഷകളിൽ ഉന്നതം നേടിയ എല്ലാ മക്കൾക്കും അവരുടെ രക്ഷിതാക്കൾ പ്രത്യേകം
അഭിനന്ദനം അറിയിച്ചുകൊണ്ട് അധ്യക്ഷന്റെ അനുമതിയോടുകൂടി ബഹുമാനപ്പെട്ട ഇന്റർനാഷണൽ ട്രെയിനറായ ഒരുപാട് വേദികളിൽ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്ന റാഫി പൊന്നാനി സാഹിബിനെ ഈ ക്ലാസ് എടുക്കാൻ വേണ്ടി ഇച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദ്, അതുപോലെ നമ്മളെ കമ്മിറ്റിയിലുള്ള മെമ്പർമാരെ, രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ. പക്ഷേ ഇവിടെ ആദ്യം വന്നത് ഇരിക്കും ഞാൻ വന്നപ്പോൾ നീല കസ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു, ആരുമില്ല. സമയത്തുക എന്ന് പറയും എൻ്റെ ഒരു ശീലം, ചെറുപ്പം മുതലേ വിളിച്ചത് കൊണ്ടാകാം എത്തി. മാത്രം വന്നു കഴിഞ്ഞപ്പോൾ കുട്ടികളും കൂടുതൽ എനിക്കിന്ന് രക്ഷിതാക്കളെയാണ്. രക്ഷിതാക്കൾ എന്ന് പറഞ്ഞാൽ കമ്മിറ്റിക്കാർ ആണല്ലോ, അവരാണ്. അപ്പൊ എന്റെ ക്ലാസ് കേൾവി വരിക രക്ഷിതാക്കൾ നാക്കലായിരിക്കും എന്റെ പണി. കുറച്ച് അപ്പൊ നമ്മൾ ഒരു 2000-ഓളം വീടുകളുണ്ട്, ഇല്ലേ? ഉണ്ടോ? 1400. ഞാൻ എൻ്റെ വീട്, എൻ്റെ പേര് നിങ്ങൾക്ക് അറിയാം, മുഹമ്മദ് റാഫി. ഞാൻ എൻ്റെ വീട് വെളിയങ്കോടാണ്, കേട്ടിട്ടുണ്ടാവും, ഉമ്മർക്കാദിയുടെ. ഞാൻ ആ മഹലിലുള്ളതാണ്. ഏതാണ്ട് എത്ര 1200 വീടുകളുള്ളൂ അവിടെ. 1200 ഇത് വരുന്നുള്ളൂ. അതിൽ നമ്മളിങ്ങനെ ഒരു കമ്മിറ്റി, ഒരു വലിയൊരു പ്രോഗ്രാം, നമ്മളെ മക്കള് എത്ര ചെറിയ നേട്ടങ്ങളാണെങ്കിലും അതിനെ ഒന്ന് അനുമോദിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതിലേക്ക് വന്നിട്ടുള്ളവരുടെ ഒരു എണ്ണം നമ്മൾ നോക്കുമ്പോൾ വളരെ കുറവാണ്. ഇത് ഇവിടുത്തെ മാത്രം പ്രശ്നമല്ല കേട്ടോ. അപ്പം കഴിഞ്ഞ 2 വർഷങ്ങളിലായിട്ട് ഞാൻ ക്ലാസ് എടുക്കാൻ പോയത് ഇപ്പം മണത്തല കേട്ടിട്ടുണ്ടല്ലോ, വലിയ മഹലാണ്. 4200-ഓളം വീടുകളുണ്ട് മണത്തല, ചാവക്കാട്. അപ്പോൾ മദ്രസയിൽ വലിയൊരു ഹാളാണ് ഇതേപോലെ. അപ്പം ഞാൻ ഇതേപോലെ എത്തി. പക്ഷേ കുറച്ച് കമ്മിറ്റിക്കാരൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് മുന്നേ. അപ്പം ഇങ്ങനെ ഒരു 300-400 സീറ്റുകൾ ഇങ്ങനെ നിരത്തിയിട്ടുണ്ട്, ചെയർ ഇങ്ങനെ നിരത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ അവരുടെ കമ്മിറ്റിക്കാരോട് ചോദിച്ചു, അല്ല ആൾക്കാർ വരുമല്ലോ അല്ലേ ചോദിച്ചു. പിന്നെ ഞങ്ങൾ പള്ളിയിൽ പറഞ്ഞിട്ടുണ്ട്, ജുമാക്ക് ശേഷം പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഞങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ പോയിട്ടുണ്ട്, പിന്നെ ആ കമ്മിറ്റി ഇവരൊക്കെ ഉണ്ടാവും. ഉറപ്പാണ് ചുരുങ്ങിയത് ഒരു 350 പേര് വരും. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. 10 മണി കഴിഞ്ഞു. 10 മണിക്കാണ് വെച്ചിട്ടുണ്ട്. 10 മണി കഴിഞ്ഞു. ഒരു 12 പേര്. 10:30 കഴിഞ്ഞു. ഒരു 11 മണിയായി. അപ്പോൾ മറ്റാൾക്ക് കുറിച്ച് ഇപ്പോൾ ഉസ്താദിന് ഇങ്ങനെ വിഷമമുണ്ട്, സങ്കടമുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പം എന്നോട് പറഞ്ഞു, സാറേ ഞാൻ പറഞ്ഞു, ഉസ്താദ് നിങ്ങൾ വിഷമിക്കേണ്ട, ഞാൻ വൈകുന്നേരം വരെ ഞാൻ ഇരിക്കാം, നിങ്ങൾ ആളെ വരുത്താനുള്ള പണികൾ നോക്കിക്കോളി പറഞ്ഞു. അപ്പത്തിനും വിളിക്കലും മഴക്കൊക്കെ ചോദിച്ചു. 11:30 മണിയായ ആകെയുള്ള ആൾക്കാരറിയാം 33 എണ്ണം. ആ 30 എണ്ണത്തിൽ 15 എണ്ണത്തിന് ദറസിന്ന് പിടിച്ചോടുന്നതാണ്. ആലോചിച്ച് നോക്കി. അപ്പൊ ഇത് സങ്കടത്തിൽ 300 കസാലിന് ഒഴിഞ്ഞെടുത്ത് ഇതേമാതിരി. അപ്പൊ ഇതുണ്ട്. അപ്പൊ ഇവിടെ എന്താണ് സംശയം എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. എന്താണ് നമ്മുടെ കുട്ടികളുടെ പ്രശ്നം, ഇത് എവിടെയാണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത്. അപ്പൊ ഞങ്ങളൊക്കെ ഇതിനെപ്പറ്റി ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞപ്പോൾ നമുക്കറിയാം, നമ്മുടെ കുട്ടികളുടെ ചെറിയൊരു പ്രശ്നം വെച്ച് കഴിഞ്ഞാല് അവരങ്ങൾ ഒരു പരിപാടിക്ക് ചോദിക്കും, സന്തോഷകരമല്ലാത്ത ഒരു പരിപാടികളും അവർക്ക് ഇഷ്ടമല്ല. ആണോ അല്ലേ? അത് ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു സ്വഭാവമാണ്. എന്തുകൊണ്ട് സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല കാരണങ്ങളുണ്ട്. നമുക്കറിയാം, കോവിഡിന് ശേഷം, കോവിഡ് വന്നപ്പോഴാണ് നമ്മളൊക്കെ മൊബൈൽ ഫോൺ കുട്ടികൾക്ക് കൊടുത്തു. നിവൃത്തിയില്ല അവർക്ക്. നമ്മൾ പറഞ്ഞൊക്കെ ഡിജിറ്റൽ യുഗത്തിലേക്ക്. ഇന്നത്തെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഡിജിറ്റലാണ്. നമ്മളിനി എത്ര പറഞ്ഞാലും മോണ് മാറ്റി വെക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് മാറ്റി വെക്കൂല. ഇനി മാറ്റി വെച്ചാൽ തന്നെ ഞങ്ങൾ നശിച്ചു പോവുകയേ ചെയ്യുള്ളൂ. മാറ്റി വെച്ചാൽ നശിച്ചു പോകും. കാരണം അവരും പ്രതികരിക്കാത്തൊരവസ്ഥയിലേക്ക് പോകും. അങ്ങനത്തെ ഒരു കാലഘട്ടം. അപ്പൊ അവർ ഡിജിറ്റൽ യുഗത്തിലാണ് അവർ ജീവിക്കുന്നത്. അവർക്ക് എന്തും അതിലൂടെ നോക്കാം, എന്തും തങ്ങളുണ്ട്. വാപ്പാനെ വെച്ച് ബാക്കി എന്തും വേണമെങ്കിൽ അതിൽ കൂടെ വാങ്ങും, ഇല്ലേ? കാരണം നമ്മളറിയാം, നമ്മളൊരു സാധനം ഇഷ്ടപ്പെട്ടെങ്കിൽ അത് മൊബൈലിൽ നമ്മൾ നോക്കും. ഒക്കെ അങ്ങനത്തെ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. പക്ഷെ നമ്മുടെ കുട്ടികളെ ചില കാര്യങ്ങൾ നമുക്ക് നിയന്ത്രിക്കാതെ. നിങ്ങൾ ചോദിക്കുക രക്ഷിതാക്കളെ, ഞാൻ രക്ഷിതാക്കളുടെ കുട്ടികൾക്ക് എത്തണുള്ളൂ. അപ്പൊ നിങ്ങൾ വിചാരിക്കുമ്പോൾ നിങ്ങൾ തന്തമാരെ പഠിപ്പിക്കാനോ ഉപയോഗിക്കാക്കണ്ട, അതിലേക്ക് നിങ്ങൾ എത്തും. അതിന് മുന്നേ തന്നെ രക്ഷിതാക്കളൊന്ന് ആലോചിച്ച് നോക്കിയ നിങ്ങളുടെ ഏതാണ്ട് നിങ്ങളൊക്കെ പ്രായം തന്നെയാണ് എനിക്കും. ഏതാണ്ട് എനിക്ക് 50. നമ്മളെ കുട്ടികളെ ചോദിക്കാൻ
നമ്മളുടെ രീതികൾ, നമ്മുടെ ഓരോ ഘട്ടങ്ങളും ഇല്ലായ്മ അറിഞ്ഞിട്ടുണ്ട്, നമ്മൾ വെച്ചിട്ടുണ്ട്, നമ്മൾ കുറെ നിന്നിട്ടുണ്ട്, പറയാം കളി, കുറെ സംസാരം. ഇനി നമ്മൾ ഈ കാലഘട്ടത്തിൽ ഇനി കുട്ടികൾക്ക് ഈ കാര്യങ്ങളുണ്ട്. നമ്മൾ അന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അന്നത്തെ ഭക്ഷണ രീതികളൊക്കെയാണോ ഇന്നുള്ളത്? നമ്മൾ അതിൻ്റെ രീതികൾ മാറി, ഒക്കെ മാറി. അപ്പൊ കാലഘട്ടം മാറുന്നു, നമ്മുടെ ഇത് മാറുന്നു, ജനസുകളിൽ നമ്മുടെ കുട്ടികളിലേക്കും അതൊക്കെ മാറ്റങ്ങൾ വരുന്നു. അവർ പുതിയ ഒരു വിഭാഗമായിട്ട് പോകുന്നു. പക്ഷെ നമ്മളിലൂടെയാണ് അവർ വന്നിട്ടുള്ളത്. അവരങ്ങനെ തിരിച്ചുവിടാനും പറ്റില്ല. പക്ഷെ ഒരു സ്ഥലത്തും അവർക്കൊരു നിയന്ത്രണം വെക്കാൻ പറ്റാതെ പോകുന്നുണ്ട്. അതും കൂടി നമ്മൾ പരിഗണിക്കണം. അതുകൊണ്ടാണ് കുറെ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പൊ ഈ കുട്ടികളൊക്കെ എന്ന് പറയുന്നത് ഈ മൊബൈലിലൂടെയും ഡിജിറ്റൽ വേൾഡിലെയും അവരെല്ലാ കാര്യങ്ങളും. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഒരു കുട്ടി, ഇപ്പൊ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടിയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിയോട് പറയണേ നീ എന്താ പഠിക്കണേ എന്നുള്ളത് ചോദിക്കാൻ ഇപ്പൊ ഞങ്ങൾ പറഞ്ഞു കൊടുക്കാനാണ് എങ്ങൾക്ക് വന്നെങ്കിലും അവൻ പറയാം എന്ത് ചെയ്യുക, ഉടനെ ഫോൺ ChatGPT-യോടോ അല്ലെങ്കിൽ ഗൂഗിളിലോടോ ചോദിക്കും, വാട്ട് ആർ ദ കോഴ്സസ് ആർ അവൈലബിൾ ആഫ്റ്റർ 10th വിത്ത് സയൻസ്, വിത്തൗട്ട് മാത്സ്, വിത്തൗട്ട് ബയോളജി. അവൻ കൊടുക്കും. അപ്പൊ അതിലിങ്ങനെ ലിസ്റ്റ് ഓഫ് കോഴ്സുകളൊക്കെ അവിടെ വരും. അല്ലെങ്കിൽ അവനങ്ങനെ നോക്കും. അതല്ലെങ്കിൽ അവന് ഇപ്പം നമ്മൾ കൂടുതൽ നേരം നമ്മളെ കുട്ടികൾക്ക് ഇരിക്കാൻ സമയമില്ല. അവരിങ്ങനെ ഇരുന്ന് കഥ കേൾക്കാൻ അവർക്കൊന്നും താല്പര്യമില്ല. അവർക്ക് ഷോർട്ട് ആയിട്ടുള്ളത്. നമ്മളൊക്കെ കാണുന്ന ഒരു സാധനം ഉണ്ട്, എന്താ പറയാ, റീൽസ് എന്ന് പറയും ഇല്ലേ? കാണാത്തവരാരും റീൽസ്, അത് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അടുത്തേക്ക് വരിക, വീണ്ടും തോണ്ടി 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 എത്ര നേരം വേണമെങ്കിലും നമ്മൾ ഇരിക്കും. അതിലൊരു പ്രായത്വമില്ല. അതെന്തുകൊണ്ടാണ് അങ്ങനെ നമ്മൾ ഇഷ്ടപ്പെടുന്നത്? ആ ചുരുങ്ങിയ സമയം കൊണ്ട് ആ കിട്ടേണ്ട സാധനം നമുക്ക് കിട്ടും. അല്ലാതെ അങ്ങനെ പരത്തി പറയണുണ്ടോ? അവിടെ പോയപ്പോ നിങ്ങൾക്ക് കേൾക്കണോ എന്ന് പറഞ്ഞ കയ്യിലുണ്ടോ? ഇല്ല. എന്താണോ അവർ ഉദ്ദേശിക്കുന്നത് ആ സാധനം അതിനകത്തുണ്ട്, കിട്ടുന്നു. അത് കിട്ടി, അത്രയേ ഉള്ളൂ. അതിലൂടെ നല്ല കാര്യങ്ങൾ കിട്ടുന്നുണ്ട്, മോശമായ കാര്യങ്ങളുണ്ട്. പക്ഷെ ചില കാര്യങ്ങൾ അവന്റെ തലയിൽ അങ്ങനെ കയറുന്നു, അവന്റെ ചില അങ്ങനെ ആയിട്ട് മാറുന്നു. അത് ചിലർ മുതലെടുക്കും. അപ്പൊ പറയും എന്തെന്ന്, ഈ കോഴ്സ് പഠിക്കുന്ന ഇങ്ങനെ പഠിച്ചത് കൊണ്ടാണ് ഞായത്. അപ്പൊ ശരിയില്ലേ? പിന്നെ അവനെ വിളിച്ചിട്ട് എന്ത് പറഞ്ഞാലും അവന്റെ തലയ്ക്ക് കയറുമോ? അവൻ പറയും ഞാൻ കണ്ടത് എനിക്കറിയാലോ, സോഷ്യൽ ഒരു 10 ആൾ ഇത് കഴിഞ്ഞാൽ പിന്നെ അത് ഏറ്റവും ടോപ്പിൽ വന്നു. നമ്മൾ പറയില്ലേ, 10 ആൾക്കാർ ഒരു നുണ നുണോട് പറഞ്ഞ് സത്യമായിട്ടാണ് മാറി സംഭവിക്കുന്നു. അത് ചിന്തകൾ അങ്ങനെ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കും. അപ്പൊ ഇതൊക്കെ അറിയാൻ പറ്റും. അപ്പൊ ഇത് നമുക്കൊക്കെ ഒരു ബാലൻസ്, ഇത് നമ്മുടെ എല്ലാം നല്ല രീതിയിൽ സമൂഹമായിട്ട് ഇങ്ങനെ അതിലൊരു കാര്യമാണ് ഞാൻ ചോദിച്ചു, ഇവരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇവിടെ വിദ്യാഭ്യാസ സമിതിയുണ്ട്, അതിന്റെ ചെയർമാനുണ്ട്, അവർ പലതരത്തിലുള്ള പ്ലാനുകൾ ചെയ്യുന്നുണ്ട്, ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ ഭൗതികപരമായിട്ടുള്ള വിദ്യാഭ്യാസ മേഖലകളെയും കൂടി ഒന്ന് ഉയർത്തിക്കൊണ്ടുവരാനും അത് മാത്രമല്ല സമൂഹത്തെ കൂട്ടിപ്പിടിക്കാനും നമ്മുടെ സമുദായത്തിന് ഉപകാരപ്പെടുന്നതാകുന്ന തരത്തിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്. അപ്പൊ അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകളായിരിക്കും നമ്മളെ കുട്ടികൾ ഇതിനെ തീരെ സീരിയസ് ആക്കി എടുക്കാത്തത്. ഇനി ഞാൻ കുട്ടികളിലേക്ക് അടക്കാം. ഇപ്പൊ ഏതാണ്ട് രക്ഷിതാക്കൾക്ക് ഒരു ബോധം കിട്ടിയിട്ടുണ്ടാവും എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളത്. ഇപ്പോൾ നമുക്കറിയാം പരീക്ഷ റിസൾട്ടൊക്കെ വന്നു. റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം വലിയ നേട്ടങ്ങൾ ഇപ്പം ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത് മലപ്പുറം ജില്ലയിലൊക്കെ തന്നെയാണ്, ഇല്ലേ? വളരെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാനൊരു 20 വർഷം മുന്നേ തിരുവനന്തപുരത്ത് പോയി ഒരു വാല്യുവേഷനുമായി ബന്ധപ്പെട്ട കാര്യം അങ്ങനെ പരിചയപ്പെടും. എൻ്റെ പേര് റാഫി എന്നാണ്. ഞങ്ങൾ ഒരു അസോസിയേഷൻ ഉണ്ട്. അപ്പോൾ 3-4 റാഫിമാരുണ്ട്. അപ്പം ഞങ്ങൾ ഓൾ ഇന്ത്യ ലെവലിലുള്ള ആൾക്കാരുണ്ട്, കേരളത്തിലെ പല ഭാഗത്തുണ്ട്. അപ്പം എനിക്ക് റാഫി വെളിയങ്കോട് എന്ന് പറയാം, പക്ഷെ ഞാൻ റാഫി പൊന്നാനി എന്നാണ് പറഞ്ഞ് പൊതുവെ അറിയാം. അപ്പം അങ്ങനെയാണ് ഞാൻ. അപ്പം എൻ്റെ വീട് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും പൊന്നാനി എന്നാ പറയാം, വെളിയങ്കോട് എന്നല്ല പറയാം, പൊന്നി എന്ന് പറയാം. തിരുവനന്തപുരത്തുകാർക്ക് പറയുമ്പോൾ ഞാൻ അങ്ങനെ പറയാം. അപ്പം അവർ നമ്മളങ്ങനെ പല അങ്ങനെ പറയും, പല ഡിസ്കഷനിലൊക്കെ ചിരിക്കും. മലപ്പുറത്തുനിന്ന് അല്ലേ, മലപ്പുറം. അവസാനം നമ്മൾ അന്ന് ചർച്ച ചെയ്തിരുന്നത് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ, 10ാം ക്ലാസ്സിലെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയുടെ സ്ഥാനം എന്ന് പറയുന്നത് 14ാം സ്ഥാനമായിരുന്നു. അപ്പൊ അടുത്ത ചോദ്യമുണ്ട്, എന്തുകൊണ്ടാണ് 14ാമത്തെ സ്ഥാനം കിട്ടിയത്? എന്തായിരിക്കും നിങ്ങളുത്തരം? എന്തായിരിക്കും? ഒരു 25 കൊല്ലം മുന്നേ എന്തായിരിക്കും? എന്തുകൊണ്ട്? അത് വളരെ സിമ്പിളാണ്. 15ാമത്തെ ഒരു ജില്ല ഇല്ല. അപ്പൊ നമുക്കാണെങ്കിലോ നമുക്ക് എത്ര കിട്ടും? അത് അവിടേക്ക് പോകും. എത്രയും കളിയാക്കിയിരുന്ന ഒരു വിഭാഗമാണ് ഒരു സമയം ഉണ്ടായിരുന്നത്.
പക്ഷെ പിന്നീട് അവിടുന്ന് അങ്ങോട്ട് കഴിഞ്ഞ 15 വർഷത്തോളം വലിയ ഒരു മാറ്റം നമ്മുടെ ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട്. ഈ സിജി എന്ന് പറയുന്ന സെന്റർ ഫോർ ഇൻഫർമേഷൻ ഇന്ത്യൻസ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു NGO ഉണ്ട് കോഴിക്കോട് ആസ്ഥാനമുള്ള. മലപ്പുറം ജില്ലാ പഞ്ചായത്തിന് ഒരു പ്രൊജക്ട് കൊടുത്തു. വിജയബേരി കേട്ടിട്ടുണ്ടാവും. വിജയബേരി എന്ന് പറഞ്ഞൊരു പ്രൊജക്ട്. ആ ഒരു പ്രൊജക്റ്റാണ് മലപ്പുറം ജില്ലയിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ സാധ്യത. കഴിഞ്ഞ 15 വർഷത്തിന്റെ മുകളിലായിട്ട് SSLCക്ക് മാത്രമല്ല, +2 മാത്രമല്ല, എഞ്ചിനീയറിംഗിന് മാത്രമല്ല, മെഡിക്കൽ ഇറങ്ങിയിട്ടില്ല. ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ എക്സാമുകളിൽ പോലും റാങ്കുകൾ വരെ കിട്ടിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിൽ. പക്ഷേ സങ്കടകരമായിട്ട് ഇതിൽ ഏറ്റവും കൂടുതൽ 89% പെൺകുട്ടികൾ. അപ്പൊ നിങ്ങൾ ചോദിക്കും എന്താ നിങ്ങൾക്ക് സങ്കടം? ആ സങ്കടം ഞാൻ പറയാം. ഞങ്ങളൊരു ഒരു പഠനം നടത്തി. ഈ 89% കുട്ടികളും പഠിച്ച് നല്ല റാങ്ക് കിട്ടുന്നു. അതിൽ 48% കുട്ടികളെ തുടർ പഠനങ്ങളിലേക്ക് പോയിട്ടുള്ളൂ. ഹൈ ലെവലിട്ടുണ്ട്. നിങ്ങൾക്കറിയോ ലോകത്തെ ഏറ്റവും സ്പേസ് റിസർച്ച് സെന്റർ ആയിട്ടുള്ള നാസ കേട്ടിട്ടുണ്ടാവും. ബഹിരാകാശത്തൊക്കെ ജോലി റിസർച്ച് ചെയ്തിരിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്. ആദ്യം പെൺകുട്ടിയാണ്, മഞ്ചേരിയിൽ നിന്നുള്ളതാണ്. ലെവലിൽ വരെ നമ്മുടെ ഉണ്ട്. കുട്ടികളൊക്കെ നല്ല ഒരിക്കൽ ഞാൻ കോഴിക്കോട് മെഡിക്കൽ 2008 ഒരിക്കൽ പോയി കഴിഞ്ഞ കൂടെ ഉണ്ടായിരുന്ന ഒരു സഹപ്രവർത്തക അന്യമത ഒരാളാണ്. അദ്ദേഹം ഞങ്ങളൊരു ക്ലാസ് കഴിഞ്ഞു, ഞങ്ങളിങ്ങനെ ഇറങ്ങി കഴിഞ്ഞ ബാച്ച് വിട്ട് ഇതെന്താ അറിഞ്ഞോ മനസ്സിലായിട്ടുണ്ടാവരുത് അറബിക്കാൻ കാരണം ശരിയാണ്. ഞങ്ങൾ എക്സാം ഇതുകൊണ്ടിട്ട് പയ്യന്മാരെ കിട്ടാനില്ല. കാരണം എന്താ, നമ്മളെ പയ്യന്മാരും ഉയർന്നു പഠിക്കണില്ല. +2 കഴിയുന്നു അല്ലെങ്കിൽ മറ്റേത് കഴിഞ്ഞാൽ അവരെന്തെങ്കിലും അതും ഇതൊക്കെ ഒപ്പിച്ച് എവിടെയെങ്കിലുമൊക്കെ പോകും. പക്ഷെ നമ്മളൊക്കെ പെൺകുട്ടികളാണെങ്കിലോ നല്ല വിദ്യാഭ്യാസം ഉണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ പണ്ടത്തെ മാതിരിയാണോ? നമ്മളെ കുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ അവരും ഗ്രഹിക്കില്ലേ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന എൻ്റെ പാർട്ട്ണർക്കും അതുപോലെ നല്ലൊരു ക്വാളിഫിക്കേഷൻ വേണം. തെറ്റുണ്ടോ? ഇല്ല. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ മക്കള് അങ്ങനെയുള്ളവരെ കല്യാണം കഴിക്കും. പക്ഷെ അങ്ങനെ വരുമ്പോൾ മറ്റു ജില്ലകളിലേക്ക് പോകേണ്ടി വരും. തൃശ്ശൂർക്കും തെക്ക് ഭാഗത്തേക്കുള്ള കൊല്ലത്തേക്കും തിരുവനന്തപുരത്തേക്കും നമ്മളെ പെൺകുട്ടികളെ എന്ത് ചെയ്യേണ്ടി കല്യാണം കഴിച്ചു പോകേണ്ടി വരും. അതാണ് ഞങ്ങളുടെ പ്രശ്നം. അപ്പൊ അങ്ങനെ നിന്നപ്പോഴാണ് നമ്മൾ ഈ കൂടുതൽ പ്രശ്നങ്ങളെ മനസ്സിലാക്കാൻ തുടങ്ങിയത്. അപ്പൊ നമ്മൾ ആൺകുട്ടികളോടെ പോയി. ആൺകുട്ടികളാണുള്ള പ്രശ്നം വരുന്നത്. നമുക്കൊക്കെ ആൺകുട്ടികളല്ലോ അല്ലേ? നമ്മളെ വീട്ടിലൊക്കെ നമ്മൾ ഇഷ്ടം പോലെ കാണുന്നുണ്ട്. ജൊമാക്ക് ഇഷ്ടം പോലെ ആൺകുട്ടികൾ വരുന്നുണ്ട്. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഇവരൊക്കെ എവിടെ ഉള്ളത്? എവിടെ ഇവരൊക്കെ? ഇതൊക്കെ നിൽക്കട്ടെ. ഇപ്പൊ ഫുട്ബോളിന്റെ സീസണായി. ഇന്നലെ മുതൽ കളി തുടങ്ങി ഇല്ലേ? എന്നാൽ നമ്മുടെ പാടത്തും പറമ്പിലൊക്കെ ഈ വലിയ ഫ്ലക്സുകൾ വെക്കുന്നുണ്ടെങ്കിൽ അവിടെ ആരുണ്ടാവും? ഏതെങ്കിലും പെൺകുട്ടികളുണ്ടോ? ഏതെങ്കിലും കാണുന്നുണ്ടോ? ആരൊക്കെ വരുന്നുണ്ട്? കുട്ടികളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ കുട്ടികൾ ഇവിടെ തന്നെ ഉണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒളിച്ചു മാറി നിൽക്കുന്നു. അപ്പൊ നമ്മൾ മനസ്സിലൊരു കാര്യമാണ് ഈ പറഞ്ഞു വരുന്നത്. അപ്പൊ മക്കളെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ജീവിതത്തില് എന്തെങ്കിലുമൊക്കെ ആകണമെങ്കിൽ ചിന്തകൾ മാറണം. ചിന്തകൾ വരണമെങ്കിൽ നമ്മൾ വെറുതെ ഇരിക്കണം. രക്ഷിതാക്കൾ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ കുറച്ച് പ്രായ ആൾക്കാർ. അപ്പൊ നിങ്ങൾക്ക് കൊച്ചുമക്കളുണ്ടാവും ഇല്ലേ? കൊച്ചുമക്കളോ അല്ലെ നിങ്ങളെ മക്കളോ കടിച്ചിരിക്കണം നിങ്ങൾ കണ്ടിട്ടുണ്ട്? ഇപ്പൊ അടുത്തടുത്ത് ഉണ്ടോ? നഖം കടിച്ചിരിക്കും ഇല്ല. നിങ്ങൾ ചില നഖം കടിച്ചിരുന്നിട്ടില്ല. ഇപ്പൊ എന്താ ഇരിക്കാത്ത? ഇപ്പൊ എന്താ നമ്മളെ മക്കൾ നഖം കടിക്കാർക്ക് സമയം കിട്ടും. നമ്മളിപ്പോഴും നമ്മളിങ്ങനെ വല്ല ഇരുന്നിങ്ങനെ അല്ലേ? നമ്മളിങ്ങനെ എന്തെങ്കിലും നമ്മൾ ചോദിക്കും. നമ്മളിവിടെ കണ്ടിട്ടുണ്ടോ? ഇല്ല. കാരണം ആ ഒറിജിങ് പ്രോസസ് നമ്മൾ നടക്കുന്നില്ല. അതുതന്നെ അവർക്ക് കുറിച്ച് ഒരു കാപ്പാടും ഉണ്ടാവുന്നില്ല. എന്തെങ്കിലും ഒരു ആകെ തോന്നലും വരാത്തത് എന്തുകൊണ്ട്? ഇവിടെയാണ് മനസ്സിലാക്കേണ്ടത്. മക്കളെ, നിങ്ങളൊക്കെ കുട്ടികളുടെ ഡിജിറ്റൽ യുഗം താമസം ഈ സാധനം നമുക്ക് ജീവിതം കൊണ്ടുപോകാനില്ല. കാരണം ഇത് നമുക്ക് സോഷ്യൽ മീഡിയ നമ്മളതല്ല. ലൈഫിലെ ഒരു ഉണ്ടെങ്കിൽ ഉള്ളുണ്ട്. പോകണമെങ്കിൽ ഞാൻ എവിടേക്കാണ് പോകുന്നതെങ്കിൽ ആ സ്ഥലത്തേക്ക് അറിയണമെങ്കിൽ എനിക്ക് GPS ഇടേണ്ടി വരും. അതിന് പോലും അങ്ങനെ പല പർപ്പസ്ഫുൾ ഉള്ളത് കൊണ്ട് തന്നെ ഇന്നിതൊരു നമ്മുടെ ലൈഫിന്റെ ഒരു ഭാഗമാണ്, ഒഴിവാക്കാൻ പറ്റില്ല. പക്ഷേ മനുഷ്യൻ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാകുന്ന, മറ്റു ജീവികളിൽ നിന്നും വ്യത്യസ്തമാകുന്ന ഒരു ഘടകമുണ്ട്. അവന് വിവേകമുണ്ട്, ചിന്തിക്കാനുള്ള കഴിവുകളുണ്ട് ഇല്ലേ? ആ കഴിവുകൾ ഉണ്ടാവണമെങ്കിൽ അവൻ വെറുതെ ഇരിക്കണം, ഒന്ന് ചിന്തിക്കണം. അപ്പൊ ഇന്ന് മുതൽ നിങ്ങൾ തീരുമാനിക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് രക്ഷിതാക്കൾക്കും ബാധകമാണ്,
കുറച്ചു നേരം ഈ സാധനം ഒഴിവാക്കുക. അതിന് ഏറ്റവും അനുയോജ്യമായ സമയം മഗ്‌രിബ് ബാങ്ക് കൊടുക്കുമ്പോഴാണ്. സന്ധ്യാസമയങ്ങളിൽ നിങ്ങൾ ആ സമയത്ത് ഈ സാധനം ഒരു 2 മണിക്കൂർ, കുട്ടികളാണെങ്കിൽ 2 മണിക്കൂർ നേരം, രക്ഷിതാക്കളാണെങ്കിൽ 1 മണിക്കൂർ നേരെങ്കിലും അതൊന്നും മാറ്റിവെക്കുക. വെറുതെ ഇരുന്ന് നോക്കി. ആദ്യത്തെ കുറച്ച് ദിവസമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. കയ്യൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും, അതവിടെ അങ്ങനെയൊക്കെ കുറിച്ചൊക്കെ തോന്നും. ഇതൊക്കെ ഒന്നിങ്ങനെ ആക്കുക. അങ്ങനെ നമ്മളിങ്ങനെ അങ്ങോട്ടും കൂടെ നടന്നു നോക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ കാണും, എന്തെങ്കിലുമൊക്കെ കാണും. പേപ്പറിന്റെ കഷ്ണം കാണും, അല്ലെങ്കിൽ TV-യിൽ ന്യൂസ് കാണും, ചിന്തിക്കും, വായിക്കും, വെറുതെ ഇരിക്കും, ആലോചിക്കും. നിങ്ങളെ മക്കളോട് എന്നല്ല, പല ആൾക്കാരും കണ്ടിട്ടുള്ള ഒരു സംഗതി ഉണ്ട്. എന്നതാണ്, ഭക്ഷണം കഴിക്കുമ്പോഴും ഈ സാധനം തോണ്ടിക്കൊണ്ട് കഴിക്കും, ഇല്ലേ? ഉണ്ട്. ആ ഭക്ഷണ സമയത്ത് ഞാൻ ഒരു പാരൻസ് കുട്ടീനായിട്ട് എൻ്റെ അടുത്ത് വന്നു, ഒരു കൗൺസിലിംഗ് വന്നതാണ്. ഫോൺ ഉപയോഗമുണ്ട്, കൂടുതൽ ശ്രദ്ധിക്കില്ല, എന്ത് പറഞ്ഞാലും ദേഷ്യം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അവനോട് ഇങ്ങനെ ചോദിച്ചറിഞ്ഞ് വർത്താനം പറയുന്ന സമയത്ത് ഉച്ചക്ക് ഭക്ഷണം കഴിച്ചിട്ടാണ് വന്നിട്ടാ, ഒരു 3-4 മണി പറയും. ഞാൻ ആ പയ്യനോട് ചോദിച്ചു, ഒരു +1 പഠിക്കുന്ന പയ്യനാണ്. മോനെ, നീ ഉച്ചക്ക് എന്താ കഴിച്ചു ചോദിച്ചു. നീ ഉച്ചക്ക് എന്താ ഭക്ഷണം കഴിച്ചു ചോദിച്ചു. അവന് ഓർമ്മയില്ല. ഇന്ന് ഉച്ചക്ക് എന്താ കഴിച്ചുള്ളത് നിങ്ങൾക്ക് നല്ല ഓർമ്മയില്ലേ? ഓർമ്മ ഉണ്ടോ? ഒന്ന് ആലോചിച്ചപ്പോൾ അവൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം ഞാൻ അവനോട് ചോദിച്ചു, മറുപടി ചോദിച്ചു, ഇപ്പം കഴിച്ചില്ല. ആ കഴിച്ചു. സംഗതി ഇതാണ്, നമ്മളൊക്കെ ചെയ്യണ കാര്യങ്ങളാണ്. ഇതാ ഈ തിരിഞ്ഞാണ് നമ്മൾ രക്ഷിതാക്കളുടെ ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു. ഇപ്പം നിങ്ങളെ വീട്ടിൽ ചെറിയ കുട്ടികളുണ്ട്, 6 മാസമായ കുട്ടിയാണെങ്കിൽ കരഞ്ഞാൽ എന്താ കൊടുക്കുക? ഞാനൊക്കെ ചെറുപ്പത്തിൽ, എൻ്റെ കുട്ടിക്കാലത്തൊക്കെ നമ്മളൊക്കെ കരഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിലോ ബസ് സ്റ്റാൻഡിലോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു കഴിഞ്ഞാൽ, കരഞ്ഞു കഴിഞ്ഞാൽ എന്താ തരിക നിങ്ങൾക്ക്? ഒന്നെങ്കിലും ഉമ്മാന്റെ ബാഗിൽ എന്തുണ്ടാവും? ഒരു കെറ്റ് ഉണ്ടാവും, അല്ലെങ്കിലോ മിഠായി എടുത്തരും. ഇന്നെങ്കിലോ കുട്ടിയാണ്ട് കരഞ്ഞാൽ നിർത്തുന്ന തോട്ടിക്കൂട് ഇല്ലേ? കുട്ടി എന്നെ കുട്ടി എങ്ങനെ തോന്നി? ഇപ്പൊ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് അങ്ങനെ തന്നെയാണ്. അതാണ്ട് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടി ഇങ്ങനെ ഇരുന്ന് കാർട്ടൂൺ കാണും. അതിങ്ങനെ കാണുമ്പോൾ കുട്ടിക്ക് ഉമ്മ ഇങ്ങനെ ഉരുട്ടി ഇങ്ങനെ കൊടുക്കും. എന്നിട്ട് കുട്ടി മതിമ്മ എന്ന് പറയില്ല. പണ്ട് നമ്മളൊക്കെ പറയും മതിമ്മ, ഈ പ്ലേറ്റിൽ തീർന്ന ഉമ്മ നിർത്തും. ഈ അവസ്ഥയൊക്കെ എത്തി. അപ്പൊ എവിടുന്ന് തുടങ്ങുന്നു? നിങ്ങൾ മനസ്സിലാക്കിക്കോളാം. പുതിയ പഠനം കാണിക്കുന്നത് 4 വയസ്സിന് താഴെയുള്ള കുട്ടി അരമണിക്കൂറിൽ കൂടുതൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുകയാണെങ്കിൽ, ഗെയിം പോലെയുള്ള സാധനങ്ങൾ ചെയ്യുകയാണെങ്കിൽ അവർക്ക് വിർച്വൽ ഓട്ടിസം വരെ ഉണ്ടാകാൻ സാധ്യതകളുണ്ട്. ചുരുക്കി പറഞ്ഞാൽ മതിയാകാനുള്ള സാധ്യത ഉണ്ട്. കാരണക്കാരാരാ? ചെറുപ്പത്തിലെ ഓടണം, കളിക്കണം, വർത്തണം, മണ്ണിൽ കളിക്കണം, ഇതൊക്കെ വേണം. നമ്മൾ അങ്ങനെ വളർന്നു വന്നിട്ടുള്ളതാണ്. അതിന്റെ കുറവുകൾ പിന്നീട് അവന്റെ സ്റ്റേജുകളിലും അവന് സേഫ് സോൺ നമ്മൾ കൊണ്ടുപോകണത് ഇല്ലേ? അതൊക്കെ നമ്മളുണ്ട്. കുറച്ച് സമയം വെറുതെ വിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കതിലേക്ക് വിടണം. ഇട്ടിട്ടില്ല അടുത്ത ആവശ്യം ഈ സീറ്റ് പോലും പിന്നെ എന്റെ പകുതി പോലും ഉണ്ടാവില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയ സങ്കടം. ഞാൻ ഈ എണ്ണലും വരാറുണ്ട്. ഞാനിവിടെ ഇങ്ങനെ അവിടെ ഇതിനോട് ഞാൻ കടായി അത്രയും ഒക്കെ മെനക്കെട്ടിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ ചിന്തിച്ചില്ല. നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. നമ്മൾ നേരെ ചിന്തിച്ചു നോക്കിയാൽ, എനിക്കിങ്ങനെ ഒരു നേട്ടം കിട്ടി, എന്നെ അവര് എനിക്കൊരു ആദരവ് തരുന്നു, എൻ്റെ മകനക്ക് ആദരവ് കൊടുക്കുന്നു, നിർബന്ധമായിട്ടും പങ്കെടുക്കണം, നമ്മുടെ മഹലാണ്. ഇതേ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ വരില്ലേ? ഇതൊക്കെ കൊണ്ടാണ്. അപ്പൊ മക്കളെ, ഇനി നമ്മൾ കുറച്ച് സമയം നമുക്ക് വേണ്ടി മാറ്റാം. ഇനി നമ്മൾ കുറഞ്ഞ സമയങ്ങളൊക്കെ കയറി ഇനി നമുക്ക് പഠനകാര്യം നമ്മൾ പറയാം. അപ്പൊ 10ാം കഴിഞ്ഞു, +2 ലെവലിലേക്ക് നമ്മൾ എത്തി. +2 കഴിഞ്ഞുകളുണ്ട്, മദ്രസയിൽ ഉന്നത വിജയം നേടിയിട്ടുള്ള ആളുണ്ട്, എല്ലാവരെയും അനുമോദിക്കുന്നു. അപ്പൊ ഇനി പഠന രീതികൾ എങ്ങനെ ആവണം? ഒരു കോഴ്സിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. അതൊക്കെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഗൂഗിളിൽ നോക്കാൻ പറ്റും. പക്ഷെ ചിന്തിക്കേണ്ട ഒന്നുണ്ട്. ഞാനാണ് ഈ കോഴ്സുകൾ നമ്മളെ മുന്നിൽ കൂടെ കാണാൻ പറ്റും. പല കോഴ്സുകളും പലർക്കും നമ്മൾ കാണും. അത് എനിക്ക് അനുയോജ്യമാണോ? ഇറ്റ് ഈസ് സൂട്ടബിൾ ഫോർ മീ. എൻ്റെ സുഹൃത്ത്, എൻ്റെ ഫ്രണ്ട് അതിന് പോകുന്നു. ആരും പറയുന്നു ഇന്ന കോഴ്സ് പഠിച്ചോ, ശരി ഞാൻ പോണു. ഇങ്ങനെയാണോ വേണ്ടത്? എല്ലാവരും പറയുന്നു സയൻസ് പഠിച്ചാലേ കാര്യം. എനിക്കാണെങ്കിൽ ഫിസിക്സും കെമിസ്ട്രി വെക്കുമ്പോൾ ഇഷ്ടമില്ല, ഞാൻ എന്ത് ചെയ്യും? എൻ്റെ നശിച്ചോ? അങ്ങനെയാണോ? അല്ല. ഇന്ന് ഇവിടെ പഠിക്കാനുള്ള എന്താ പറയുക, എല്ലാ വിഷയക്കും അതിൻ്റെതായിട്ടുള്ള തൊഴിൽ സാധ്യതയുണ്ട്.
പക്ഷെ നമ്മൾ അഗ്രഗണ്യന്മാരാകണം. നമ്മൾ എടുക്കുന്നത് അത് ആരെന്നും ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇരിക്കും. ആരോ പറഞ്ഞു ഇപ്പൊ +2 മറ്റേ പോളിടെക്നിക്കിൽ 10ാം ക്ലാസ് കഴിഞ്ഞ ഒരു പയ്യനോട് ഇങ്ങനെ പറയാം, ഒരു തീരുമാനം എടുക്കണില്ല. അപ്പൊ അപ്പാടെ ആരോ പറഞ്ഞെന്തെന്ന്, എന്തിനാണോ ഓനങ്ങനെ +2 പഠിച്ചിട്ട് ഇങ്ങനെ ഡിഗ്രി ഒക്കെ പഠിച്ച് 5-6 കൊല്ലം കഴിച്ച് ഇങ്ങനെ പോവാന്നല്ലാതെ കാര്യമില്ല. നിങ്ങൾ ഓനെ പോളിയിൽ കൊണ്ട് വിട്ടോ. വാപ്പ കേട്ട പഴി മറ്റു പോളി കൊണ്ടുപോയി അഡ്മിഷൻ. എന്താണ് പോളി എന്ന് ഓനക്ക് വാക്കും അറിയില്ല, ആരോ പറഞ്ഞു ചേർക്കാൻ. ഇനിയിപ്പോ ആരാണ് ഈ പോളിയിൽ ചേർക്കാണെങ്കിൽ ഇവന് ഇതേ വരെ സ്കൂളാ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെക്കാനിക് ഒന്നും ചെയ്യൂല. ടെക്ടായിട്ട് സ്കില്ലെങ്കിൽ അത് നമുക്ക് അത്യാവശ്യം ചെയ്യാനോ നമ്മളെ വീട്ടിലും കേടായി വെള്ളം ഒഴിച്ചു നോക്കാവോ, ബൾബ് ഒന്ന് മാനോ കേടായി ഒന്ന് അതിന്റെ അത് പിടിച്ചിട്ട് ടെക്നിക്ക് ഒരു കാര്യം ചെയ്യും കരണ്ട് പേടിയാണ് എന്ന് പറഞ്ഞ പിടിച്ചിട്ട് എല്ലാം വില പഠിപ്പിക്കണ്ടോ ആയിട്ട് പെട്ട കാര്യം പറഞ്ഞു ചെയ്യണം ആ കുട്ടി തീർക്കൂ. അപ്പൊ അറിയാത്തതും കൊണ്ടാണ് കുറെ പ്രശ്നങ്ങൾ സംഭവിക്കുന്നത്. എല്ലാരും +2 പോകണം എന്ന് ഞാൻ പോകുന്നു. ഇതേപോലെ ഇത് ഇവിടെ ഞങ്ങളെ അവിടെ ഞാനൊരിക്കൽ തൃശ്ശൂർ ക്ലാസ് എടുക്കാൻ പോയി. തൃശ്ശൂർ ക്ലാസ് എടുക്കാൻ പോയി കുറച്ചൊരു ഹൈടെക് ആയിട്ടുള്ള ആൾക്കാർ. ഹൈടെക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ടൊക്കെ ഭയങ്കര ഉയർച്ചയുള്ള ഗൾഫിന്റെ അതിപ്രസരമുള്ള സെറ്റിൽഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെയാണ്. അപ്പോൾ ഒരു ക്ലാസ് ഒക്കെ കഴിഞ്ഞു, ഇതേപോലെ ക്ലാസ് ആയിരുന്നു, വാപ്പി ഇമ്മയും ഒക്കെ ഉണ്ട്. അപ്പോൾ പയ്യനായിട്ട് ഞാൻ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അവന് +2 സയൻസ് ഗ്രൂപ്പ് എടുക്കണം എന്നാണ് അവരുടെ ആഗ്രഹം. അങ്ങനെ ഞാൻ അവനായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവന് ഈ ഫിസിക്സും കെമിസ്ട്രിയും മാത്സും പഠിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. കപ്പാസിറ്റി നമുക്ക് കണ്ടത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ടെക്നിക്കലായിട്ട് ഭയങ്കര സ്കില്ലുള്ള ആളാണ്. എന്തെങ്കിലും സാധനങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ റിപ്പയർ ചെയ്യാനും ഒക്കെ. അപ്പം ഞാൻ അവനോട് വാപ്പാനോട് പറഞ്ഞു, പോളിയിൽ നിങ്ങൾ അവനെ ചേർക്കും. 3 കൊല്ലത്തെ ഡിപ്ലോമ കഴിഞ്ഞാൽ അത്യാവശ്യം ജോലി സാധ്യതകളുണ്ട്. അവന് റെയിൽവേയിലോ ടെലികോമിലോ KSEBിയിലോ ഒക്കെ ജോലി സാധ്യതകളുണ്ട്. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബിടെക്കിനൊക്കെ പോവാം. ഇത് അവൻ്റെ ഉമ്മ അപ്പൊ വാപ്പ പകുതി മനസ്സോടെ നിൽക്കുകയാണ്. അപ്പൊ വാപ്പ പറഞ്ഞു, ഞാൻ അല്ല ഭാര്യയോട് പറഞ്ഞു, കേട്ട പാതി കേൾക്കാത്ത പാതി. അതൊന്നും പറ്റുന്നില്ല, അതൊന്നും പറ്റുന്നില്ല, +2 വാങ്ങിയിരിക്കേ, അയ്യേ അത് ശരിയാവൂല. കഴിഞ്ഞ പരിപാടി അതോടുകൂടി ചെക്കൻ്റെ കാര്യം ഡീപ്പ്. അങ്ങനെ ഞാന് ഒരു 4-5 വർഷത്തിന് ശേഷം നമ്മൾ അറിയുന്ന ഒരു ആളാണ് എന്നെ കല്യാണത്തിന് വിളിച്ചു. അവൻ്റെ വാപ്പ കല്യാണത്തിന് വിളിച്ചു. എനിക്ക് ഏറ്റവും സങ്കടമായ ഒരു കാര്യമാണ്, കല്യാണം വിളിച്ചത് അവൻ്റെ അനിയൻ്റെ കല്യാണം. ആ പയ്യനെ ഇപ്പോഴും ഇങ്ങനെ നടക്കുക, മൂത്തവൻ. ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളുണ്ട്. അതേപോലെ ഒരു കേസ് കൂടി ഞാൻ പറഞ്ഞുതരാം. എൻ്റെ അയൽവാസിയാണ്. അയൽവാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 8-10 വീടുകളപ്പുറം. അവൻ്റെ ഉമ്മയുടെ വീട് ആണ് അവിടെ, അപ്പാടെ വീട് താനൂരാണ്. പക്ഷെ അവരവിടെ വീടെടുത്തിട്ട് ഞങ്ങൾ അവിടെ താമസിക്കണം. +1 പോയി, കൊമേഴ്സാണ് എടുത്തത്. +1 ഇങ്ങനെ കുറേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവനെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയിട്ട് അവൻ്റെ ഉമ്മ പോയി. അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ പ്രിൻസിപ്പാൾ പറഞ്ഞ്, ഇനി ഇവനവിടെ പറ്റില്ല, നിങ്ങൾ കൊണ്ടുപോയിക്കോ, ഇവരിവിടെ നിന്നാൽ ബാക്കിയുള്ള കുട്ടികളൊക്കെ കേടാവും. ഇപ്പം ഉമ്മ നിവൃത്തിയില്ല, വാപ്പ ഗൾഫിലാണല്ലോ, ഇനിയിപ്പോൾ നിവൃത്തിയൊന്നുമില്ല, വിളിച്ചു കൊടുന്നു. 2 ദിവസം വീട്ടിൽ നിന്ന് അവനോട് ചോദിച്ചിട്ടും കാര്യമില്ല. അവനാണെങ്കിൽ അങ്ങോട്ട് ചോദിച്ചാൽ നേരത്തെ അങ്ങോട്ട് കടിച്ചു കൊടുക്കും, ഇല്ലേ? അങ്ങനത്തെ സ്വഭാവമുള്ള ആളാണ്. അപ്പം എൻ്റെ അടുത്ത് ഇങ്ങനെ ആരോ പറഞ്ഞ്, റാഫ് മാഷോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വിവരം കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം ഉമ്മ അവനെ കൂട്ടിയിട്ട് വന്ന്. അപ്പം ഞാൻ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ സംസാരിച്ചു, കുറേ സംസാരിച്ചപ്പോൾ ഉമ്മ ആദ്യം എൻ്റെ കുഞ്ഞിനെ പറയാൻ തുടങ്ങി, അവിടെ സ്കൂളിൽ പോയി നാണം കെടുത്തിൻ്റെ അങ്ങനെ ആക്കി മറ്റതാക്കി മറിച്ചതാക്കി അതൊക്കെ കുറേ. അപ്പോൾ ഞാൻ കേട്ട് ഉമ്മ പറഞ്ഞു. ഞാൻ അവനോട് ചോദിച്ചു, എന്താണ്? അപ്പോൾ ഓൻ പറഞ്ഞ് അങ്ങനെ അത് അവരിന്നെ കച്ചറ ഉണ്ടാക്കി, ഇവരിങ്ങനെ കച്ചറ. അപ്പം ഞാൻ ചോദിച്ചു, ഈ പഠിക്കണമല്ലേ? അപ്പം ഞാൻ ഒരു കാര്യം അവരോട് ചോദിച്ചു, അല്ല മനസ്സിലാവുന്നുണ്ട് സ്കൂളിൽ പോയിട്ട് ചോദിച്ചു. അപ്പോൾ സത്യത്തിൽ അവർ ആദ്യം ഇങ്ങനെ ഉരുണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സിലാവില്ല. അതപ്പോൾ എനിക്കപ്പം നിർത്തിക്കൂടെ വെച്ചു. അപ്പോൾ പറഞ്ഞു, ആരോടെ പറയുന്നത് വെക്കാൻ? ഉമ്മയോട് അമ്മ പറയും. വാപ്പ പറഞ്ഞു കഴിഞ്ഞാൽ വാപ്പ പറയും, ഞാൻ എനിക്ക് വേണ്ടിയിട്ടാണ് കഷ്ടപ്പെടുന്നത്, പിന്നെ അവിടെ കാര്യം ഉണ്ടാ ഇല്ല. ഇങ്ങനൊക്കെ നിന്ന് അവസാനം ഞാൻ ഇപ്പം സംസാരിച്ചപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണ്? അപ്പോൾ അവനൊന്നുമില്ല. അങ്ങനെ സമയത്ത് അവൻ്റെ ഉമ്മാൻ്റെ സാധനം ചാടി. ഇവന് ഇനി പണിക്ക് ഓന അങ്ങനെ പറയും, ഓൻ ഞാൻ പഠിക്കാൻ പോയിട്ടില്ല, അവനെ തിന്നണക്ക് ഒരു പ്രശ്നമില്ല, ഓരോ ഉണ്ടാക്കി തിന്നോളും. കേട്ടപ്പോൾ എനിക്ക് തോന്നി ഇവന് അങ്ങനെ കഴിവ് ആൺകുട്ടിയാണല്ലോ. ഇവനെ ഞാൻ ചോദിച്ചു, എന്താണ്? അപ്പോൾ എന്താ ഉദ്ദേശിച്ചു? അവൻക്കുള്ള ഓൻ ഉണ്ടാക്കിക്കോ, നമ്മളെ കാര്യം ഇപ്പം വേണം, നമ്മളാരും ഇല്ലെങ്കിൽ അവൻ അത് നോക്കി. അത് കേട്ടെന്ന് ക്ലിക്കായി. ഞാൻ ചോദിച്ചു, എടാ ഞാൻ അങ്ങനെ പോകുമ്പോൾ അതുണ്ടാക്കും അങ്ങനെ ഉണ്ടാക്കും മറിച്ചോ. അത് പിന്നെ എനിക്ക് തോന്നുന്നു മോനെ ആയി ബന്ധ പഠിപ്പ് നോക്കിക്കോ, ചുമ്മാ അല്ല നോക്കും.
സമ്മതം കിട്ടി. ഇവനെ ഞാൻ പറഞ്ഞു, ഞാൻ ഇവൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ ഇടപെടണ്ട, നിങ്ങൾ ഫീസ് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പൈസ നിങ്ങൾ തന്നാൽ മതി, ഞാൻ കൊടുക്കൂല, നിങ്ങൾ തന്നാൽ മതി എന്ന് മാത്രം പറഞ്ഞു. അപ്പോൾ ഇവന് ഏതാണ്ട് പിന്നീട് കുറച്ച് എടുപ്പായി. അങ്ങനെ ഞാൻ ഇവിടെ തിരൂര് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ, കോവിഡിൻ്റെ ജസ്റ്റ് ഒരു 2 വർഷം മുന്നെയാണ്. ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ 10 മാസത്തെ കോഴ്സാണ് ഫുഡ്. അവിടെ വന്നിട്ട് ഇവന് കൊണ്ട് ചേർത്തി. അവിടെ ഈ ഭക്ഷണം ആക്കുന്ന രീതികൾ പഠിപ്പിക്കുന്നത്, ഭക്ഷണത്തിൻ്റെ പലതരത്തിലുണ്ട്. അവൻ അവിടെ പഠിച്ചത് ഈ മറ്റേ കേക്ക് മേക്കിംഗ് ആൻഡ് ഡിസൈനിങ്ങുമായി ബന്ധപ്പെട്ടങ്ങളാണ്. അങ്ങനെ അവൻ ആ കാര്യത്തിൽ അഗ്രഗണ്യനായി പഠിച്ചു കഴിഞ്ഞു. അങ്ങനെ എറണാകുളത്ത് ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ അവൻ അപ്ഷി ട്രെയിനിങ്ങിന് കയറി. കോവിഡിൻ്റെ സമയം, കോവിഡ് 2020-21 ഇപ്പോൾ കോവിഡ് ഇങ്ങനെ റിലീസ് ചെയ്ത് വരിക. അങ്ങനെ എറണാകുളത്ത് അവനാണ് ജോലി സമയത്ത് അവൻ കേക്കൊക്കെ ഡിസൈൻ ചെയ്തു. ഒരു എന്താ പറയുക, അന്ന് അവിടെ ഉള്ള ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് ഇവനാണ് ഡിസൈൻ ചെയ്തത്. അങ്ങനെ സ്വാഭാവികമായിട്ടും ഹോട്ടലിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ബർത്ത്ഡേ ഒക്കെ നമ്മൾ വലിയ ഹോട്ടലിലൊക്കെ പോയാൽ കാണാം അവിടെ ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കണ കാണാം. അങ്ങനെ ആ ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ അതിൽ നിന്നൊരു പീസ് അവർ എടുത്തിട്ട് ഇങ്ങനെ തൊട്ടുള്ള ഒരാൾക്കാർക്ക് ഇങ്ങനെ കൊടുത്തു. ആ അടുത്ത ആൾക്ക് കഴിഞ്ഞപ്പോൾ അത് അവർക്ക് ഭയങ്കര ഇഷ്ടമായി, അതിന് ഡിസൈൻ ചെയ്തും ചുമൊക്കെ ഇഷ്ടമായി. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ എന്ത് ചെയ്യുന്നു, ഈ പുറത്തുനിന്ന് വന്ന ആൾക്കാരാണെങ്കിൽ നന്നായി കഴിഞ്ഞാൽ ആ ഷെഫിനെ ഒന്ന് വിളിക്കും, ഒന്ന് അനുമോദിക്കുകയൊക്കെ ചെയ്യും, ഇതെങ്ങനെയാണ് ഇതിൻ്റെ റെസിപ്പി എന്താണ്, അങ്ങനെ വിളിച്ച് അറബിയാണ്, അങ്ങനെ അറബി വിളിച്ച് ഇങ്ങനെ സംസാരം കഴിഞ്ഞ് അപ്പോൾ അങ്ങനെ പറഞ്ഞു, ഞാൻ ഇതാണ് അങ്ങനെയാണ്, ഇങ്ങനെ ഇത് കഴിഞ്ഞു ഇങ്ങനെ ചെയ്യുന്നുണ്ട്, 2-3 ഫോട്ടോസൊക്കെ അങ്ങനെ ഫോണിൽ ഇങ്ങനെ കാണിച്ചു കൊടുത്തു. ഓക്കെ എന്ന് അങ്ങനെ അന്നേരം പോണ സമയം പറയാം, എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം, ദുബായിൽ നിങ്ങൾ കൊണ്ടുപോകും. അവരത് വാങ്ങിച്ചു വെക്കും ചെയ്യും. ഒരു 4 ദിവസം ഇപ്പോൾ നാട്ടിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ പണ സമയത്ത് അവനാണ് കാര്യം പറയാണ്ട് പറഞ്ഞു. ഞാൻ പക്ഷേ ഞാൻ അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ എന്നോട് അറബി ഒരു പാടം ഞാൻ പറഞ്ഞു, പൊന്നു വേഗം അയച്ചു കൊടുക്ക്, അവരെന്ന് പറഞ്ഞിട്ട് ഞാൻ അയച്ചു കൊടുക്കും. പിറ്റേ ദിവസം അവന് ഒരു അഡ്രസ്സിൽ ടിക്കറ്റ് അയച്ചു കൊടുത്ത് വിസിം പോരും എന്ന് പറഞ്ഞു. ഇപ്പോൾ 2026 ഒരു 6 അവൻ നാട്ടിൽ വന്ന് അവൻ്റെ കല്യാണത്തിന് അവന് ദുബായ് 16 ഔട്ട്ലെറ്റ് ഉള്ള ഒരു കേക്ക് കമ്പനിയുടെ എന്താ പറയുക സൂപ്പർവൈസർ ടോപ്പിലാണ് ഡിസൈൻ ചെയ്യുന്നത്. ഇപ്പൊ ഒരു 4 ലക്ഷം ശമ്പളം 20 മാസം ആകും. അപ്പൊ ചോദിക്കാം, കണ്ടു ഗൾഫിൽ സുഖം കാക്കെടുത്ത് ഇങ്ങനെ നടക്കും, വീട്ടിൽ വരുമ്പോൾ നാട്ടിലൊക്കെ വരുമ്പോൾ എന്നെ ഒന്ന് വിളിക്കും, ആൾക്ക് വർത്താനൊക്കെ പറഞ്ഞിരിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെയുള്ള കുട്ടികളുണ്ട്. അപ്പം നമ്മൾ ആലോചിക്കുന്നത് എന്താണ്, നമ്മുടെ മക്കൾക്ക് ഓരോ തരത്തിലുള്ള കഴിവുകളുണ്ട്. പടച്ചോൻ എല്ലാവർക്കും, നമ്മുടെ മക്കൾക്കും എല്ലാവർക്കും കഴിവുകൾ കൊടുത്തിട്ടുണ്ട്. അഭിരുചി എന്ന് പറയും, ആപ്റ്റിറ്റ്യൂഡ്. അത് കണ്ടെത്താൻ നമുക്ക് പറ്റണം. അത് കണ്ടെത്തിക്കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള തീരുമാനങ്ങളും കോഴ്സുകളും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മളെ കുട്ടികൾ വിജയിക്കും. പക്ഷെ നടക്കുന്നത് അങ്ങനെയല്ല. ഈ അഭിരുചി കൊടുക്കുന്നതിൽ പടച്ചോൻ ഒരു പിശുക്കും കാണിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് തന്നതായിരിക്കില്ല ഇവർക്ക് കൊടുത്തിട്ടുണ്ടാവുക, നമുക്ക് രണ്ടാൾക്കും തന്നതായിരിക്കില്ല നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവുക, പലർക്കും പല തരത്തിലായിരിക്കും. അത് കണ്ടെത്താൻ നമുക്ക് പറ്റണം. അങ്ങനെ കണ്ടെത്തിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ കോഴ്സുകളും നമ്മുടെ പഠന രീതികളും നമ്മുടെ ചിന്തകളും മാറ്റിക്കഴിഞ്ഞാൽ വിജയിക്കും. ഒരു സംശയമില്ല കാര്യത്തില്. അത് എൻ്റെ അനുഭവം പറയാം. ഞാൻ അത്യാവശ്യം വിദ്യാഭ്യാസപരമായിട്ടൊക്കെ അത്യാവശ്യം ഉയരമുള്ള ഒരാളാണ് എന്ന് പറയാം. എൻ്റെ ഫാദറും അത് ഒരു ഗവൺമെൻറ് എംപ്ലോയി ആയിരുന്നു. എൻ്റെ ഗ്രാൻഡ് ഫാദറും എൻ്റെ ഗ്രാൻഡ് ഫാദർ IG ആയിട്ട് റിട്ടയർ ചെയ്തതാണ്, ഇൻസ്പെക്ടർ ജനറൽ ആയിട്ട് റിട്ടയർ ചെയ്തത് IG. എൻ്റെ ഫാദർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. ഞാൻ ഇപ്പോൾ ഒരു ഹയർ സെക്കൻഡറി ഗവൺമെൻറ്റിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് പറയാനല്ല വരും. എൻ്റെ അനിയനുണ്ട്, അവൻ 10ാം ക്ലാസ്സും ഗുസ്തിയാണ്. അതിൽ വളരെ പിന്നിലായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും സങ്കടം വന്നിച്ചു കഴിഞ്ഞാൽ ഇവനെന്താ ചെയ്യുക, ഇവന് ഇങ്ങനെ എങ്ങനെ ആയിപ്പോയി, എല്ലാവരും ഇങ്ങനെ ആയിരുന്നുണ്ട്, എല്ലാവരും ചോദിക്കും ഇല്ലേ. കാരണം വലിയ പഠിപ്പുള്ള ആൾക്കാർ ഞങ്ങൾ അങ്ങനെ ഇതുള്ള. എന്നാൽ ഇന്ന് അവന് ഇന്ന് ഇപ്പോൾ അറിയപ്പെടുന്ന ഒരു 3 കമ്പനികളാണ് അവനക്കുള്ളത്. സർജിക്കൽ എക്യുപ്മെന്റ്സിന്റെ ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂഷനാണ്. കൊച്ചിൻ സർജിക്കൽ, ന്യൂ ഡേ ടുഡേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള 3 കമ്പനികളാണ്. കാസർഗോഡ്, വളാഞ്ചേരി, എറണാകുളത്ത്. ഞങ്ങളൊക്കെ ലൈഫിനേക്കാളും നമ്മളൊക്കെ ഒരു നോർമൽ ലൈഫ്, അതിനൊക്കെ വളരെ ഉയർന്ന രീതിയിൽ ജീവിത നിലവാരം ഉയർത്തിക്കൊണ്ടാളാണ്. അപ്പൊ അതാ പറഞ്ഞത്, ഓരോരുത്തർക്കും ഓരോന്നുണ്ട്. ബിസിനസ് പരമായിട്ട് അവൻ വളരെ കഴിവുള്ള ഒരാളാണ്. ഇതുപോലെ മക്കൾക്കുണ്ട്. അപ്പം അറിയേണ്ടത്
അതുകൊണ്ട് നമ്മുടെ അഭിരുചി എന്താണെന്ന് കണ്ടെത്താനുള്ള ശ്രമം നമ്മൾ നടത്തണം. അതിനനുസരിച്ചിട്ടുള്ള കോഴ്സുകൾ നമുക്ക് കണ്ടെത്താൻ പറ്റണം. ഇപ്പൊ 10ാം ക്ലാസ്സുകാരോട് എനിക്ക് പറയാനുള്ളത്, എല്ലാവരും പറയുന്നു സയൻസ് എടുത്തോളൂ, ചിലർ പറയുന്നു ഇപ്പോൾ കൊമേഴ്സിനാണ് ഡിമാൻഡ്, ചിലർ പറയുന്നു ഹ്യൂമാനിറ്റീസിനാണ് ഡിമാൻഡ്. അങ്ങനെയല്ല മക്കളെ നിങ്ങൾ കോഴ്സ് എടുക്കേണ്ടത്. ഇറ്റ് ഈസ് സൂട്ടബിൾ ഫോർ മീ, എനിക്ക് അനുയോജ്യമായത് ഏതാണ്, എൻ്റെ കഴിവിനനുസരിച്ച കോഴ്സ് ഏതാണ്, അങ്ങനെ തിരഞ്ഞെടുക്കാൻ നമുക്ക് കഴിയണം. പലപ്പോഴും കാണുന്ന കാര്യങ്ങളാണ്. കുട്ടികളൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ചില കുട്ടികളൊക്കെ പറയും, മക്കളെ നിങ്ങൾ എന്തിനാ കൊമേഴ്സ് എടുത്തേ? അത് എനിക്ക് സയൻസ് ഇഷ്ടമില്ല. അതായത് എന്താ അർത്ഥം? എന്താ, എനിക്ക് സയൻസ് ഇഷ്ടമില്ലെങ്കിൽ എടുക്കാൻ പറ്റിയ സാധനമാണോ കൊമേഴ്സ്? അങ്ങനല്ല. അത് എടുക്കുന്നതിന് ഞാൻ ഇങ്ങനെ ഒരു ഉത്തരവാദിത്തമുണ്ട്. അതായത് ഞാനത് എടുക്കാൻ കാരണം, ഞാൻ കൊമേഴ്സ് എടുക്കാനുണ്ടായ കാരണം പറയാൻ പറ്റണം. നിങ്ങൾക്ക് പറയാൻ പറ്റണം, ഞാൻ സയൻസ് എടുക്കാനുണ്ടായ കാരണം, ഞാൻ ഹ്യൂമാനിറ്റീസ് എടുക്കാനുണ്ടായ കാരണം ഇന്നതാണ്. മക്കളെ, നിങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞു, നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നു എനിക്ക് സയൻസ് വേണ്ട, എഞ്ചിനീയറിംഗ് വേണ്ട, മെഡിസിന് വേണ്ട, ഒന്നും വേണ്ട, ഞാൻ ഹ്യൂമാനിറ്റീസുമായി ബന്ധപ്പെട്ട് മാനവിക വിഷയങ്ങളാണ് താല്പര്യം, എനിക്ക് സൈക്കോളജിയോടാണ് താല്പര്യം, സോഷ്യോളജിയാണ് താല്പര്യം, എനിക്ക് വക്കീലാകണം, എനിക്ക് ട്രാവൽ ആൻഡ് ടൂറിസവുമായി ബന്ധപ്പെട്ട മേഖലയിൽ പോകണം, ഹോട്ടൽ മാനേജ്മെന്റിലേക്ക് പോകണം, എനിക്ക് ടീച്ചിങ്ങിനോടാണ് താല്പര്യം, സിവിൽ സർവീസാണ് താല്പര്യം. അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ മക്കളെ നിങ്ങൾ തീർത്തും എടുക്കേണ്ടത് ഹ്യൂമാനിറ്റീസുകളാണ്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ സ്പെസിഫിക് ആണ്, എനിക്ക് മാറ്റില്ല, ഞാൻ ഇനി മാറി ചിന്തിക്കില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് എടുക്കാവുന്ന കോഴ്സുകളാണ് ഹ്യൂമാനിറ്റീസ്. പക്ഷെ എല്ലാവരും പറയുന്ന ഒരു എവിടെയും സയൻസും കൊമേഴ്സും കിട്ടാത്തവർ എടുക്കുന്നത്. അങ്ങനെയല്ല, ആ ധാരണ തെറ്റാണ്, വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്. കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല, മലപ്പുറം ജില്ലയിൽ നിന്ന് ഈ കരുവാരക്കുണ്ട് നമ്മുടെ ഷിഹാബ്, മുഹമ്മദ് അലി ഷിഹാബ് IAS കേട്ടിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ ലൈഫ് നിങ്ങൾക്കറിയോ? അദ്ദേഹം 5 മക്കളാണ് അവര്. 11ാമത്തെ വയസ്സിൽ ഉപ്പ മരണപ്പെട്ടു. ഒരു കരുവാരക്കുണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു കുഗ്രാമം, വെളിച്ചമെത്താത്ത രാജ്യത്താണ് പറയാം. അവിടെ ഒരു നമ്മളെ നാട്ടിലൊക്കെ ഉള്ള പോലത്തെ ഒരു പെട്ടിപ്പിടിയാണ് പള്ളിയുടെ അടുത്ത്. ഉപ്പ മരണപ്പെട്ടതോടുകൂടി അത് അടച്ചു. വീട്ടിലെ സാഹചര്യങ്ങൾ വളരെ മോശമായി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഉമ്മാനോട് പലരും പറഞ്ഞു, എന്തെന്ന്, മക്കളെ ഇനി വല്ല ഓഫണേജിലേക്കും യത്തീംഖാനേക്കും മാറ്റിക്കോളൂ. അപ്പോൾ ആ ഉമ്മ ചിന്തിച്ചത്, ആ മക്കളെ യത്തീംഖാനേക്ക് ഞാൻ മാറ്റാം, അങ്ങനെയാണ് മുക്കം ഓഫണേജിലേക്ക് മാറ്റുന്നത്, ഞാൻ മാറ്റാം. പക്ഷെ അന്ന് ആ ഉമ്മയുടെ മനസ്സിൽ ഒരേ ഒരു ആഗ്രഹമുണ്ട്, എൻ്റെ മക്കൾ ഒരു നേരം ഭക്ഷണം കഴിക്കണം. ഒറ്റ ചിന്ത മാത്രം ഉണ്ടായിരുന്നുള്ളൂ, ഒരു നേരമെങ്കിലും ഭക്ഷണം കഴിക്കണം. അങ്ങനെ +2 വരെ അവിടെ പഠിച്ചു. +2 കഴിഞ്ഞ പിന്നെ അവിടെ നിർത്തില്ല. കാരണം ഒരു പ്രായം കഴിഞ്ഞ പിന്നെ അവിടെ നിർത്തില്ല. പിന്നെ സ്വന്തമായിട്ട് പ്രൈവറ്റ് ആയിട്ട് ഡിഗ്രി പഠിച്ചു. ആ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് അദ്ദേഹം കല്ല് വെട്ടാൻ പോയിട്ടുണ്ട്, കല്ല് ചുമക്കാൻ പോയിട്ടുണ്ട്, സിമെന്റ് കുഴച്ചിട്ടുണ്ട്, ഹോട്ടലിൽ വെള്ളം കോരി കൊടുത്തിട്ടുണ്ട്. LP സ്കൂളിൽ അധ്യാപകനായി. ആ LP സ്കൂളിൽ അധ്യാപകനായി നിൽക്കുന്ന സമയത്താണ് സിവിൽ സർവീസിനെ പറ്റി എഴുതണം എന്നുള്ള ആഗ്രഹം. അയച്ചു. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞു. കുട്ടികളൊക്കെ രണ്ട് കുട്ടികളൊക്കെ വളർന്നു. അങ്ങനെ ആദ്യത്തെ പ്രാവശ്യം സിവിൽ സർവീസ് എഴുതി കിട്ടിയില്ല, രണ്ടാമത് എഴുതി കിട്ടിയില്ല, മൂന്നാമത്തെ പ്രാവശ്യം എഴുതാന്നുള്ള വലിയ പ്രതീക്ഷയുടെ നിൽക്കുമ്പോഴാണ് മൂത്ത മകന് ചെറിയ അസുഖം വന്ന് ഹോസ്പിറ്റലാവുന്നു, ICUലാവുന്നു. മനസ്സില്ലാമ അതിന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുക. അങ്ങനെ നിൽക്കുമ്പോൾ നേരം എടുത്തു കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, ഷിഹാബെ നീ പോയി പരീക്ഷ എഴുതിക്കോ, എൻ്റെ മോർക്ക് വളരെ വ്യത്യാസമുണ്ട്. അങ്ങനെ പോയി അദ്ദേഹം എഴുതി, അദ്ദേഹത്തിന് സിവിൽ സർവീസ് കിട്ടി. ഇത് ഞാൻ പറയല, അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, നമ്മളെ കുട്ടികൾക്ക് കൊടുക്കാവുന്ന ഒരു പുസ്തകമാണ്, വിരലറ്റം. പുസ്തകത്തിന്റെ പേരാണ് വിരലറ്റം. DC ബുക്സ് ഇറക്കുന്ന 180 രൂപയുള്ളൂ ആ ബുക്കിന്. ഒന്ന് വായിച്ചു നോക്കുക. ആ ഷിഹാബിന്റെ ലൈഫ് അത് പറയുമ്പോൾ നമ്മളതിങ്ങനെ വായിച്ചു പോകുമ്പോൾ നമ്മളെ കണ്ണീർ നിന്ന് ഇങ്ങനെ കണ്ണീര് വരും. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പടച്ചോനെ നമ്മൾ സ്വർഗത്തിലാണല്ലോ എന്ന് പോലും നമ്മൾ ചിന്തിച്ചു പോകും. അപ്പൊ ഇതൊക്കെയാണ് ജീവിതങ്ങൾ, കുറെ ജീവിതങ്ങൾ. നമ്മളൊക്കെ ഒന്ന് ആലോചിക്കുക, നമ്മുടെ ഒരു സൗകര്യങ്ങൾ കൂടുന്നതിനനുസരിച്ച് നമ്മൾ മടിയന്മാരാകുന്നു, ഒക്കെ ആയി മാറും. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതിന് നമ്മൾ ഉത്തരം പറയേണ്ടി വരും നാഥന്റെ അടുത്ത്, ഒരു സംശയമില്ല കാര്യത്തില്. ഇപ്പോ നാഗാലാൻഡില്, മറ്റേ ആസാമിലാണ്. അപ്പൊ അദ്ദേഹം അടുത്ത നാട്ടിൽ വന്നു. അതെന്റെ ഗ്രാൻഡ് മദർ മരിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ അടുത്ത്. അപ്പൊ ഇതൊക്കെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് അതുകൊണ്ട് നമുക്ക് വിശ്വാസത്തെ കൂടി നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റണം. നമ്മളെ മക്കളിലൊക്കെ ആലോചിച്ച് നോക്കുക, നമ്മളെ കുട്ടികളിലൊക്കെ രീതികൾ
ഇപ്പൊ പല പള്ളികളിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മളെ പിള്ളേരെ കാണില്ല, ഇല്ല. 5 വക്ത നമസ്കാരങ്ങളൊക്കെ വെച്ചാൽ കുട്ടികളുടെ എണ്ണമൊക്കെ വളരെ വളരെ കുറവായിരിക്കും, ഇല്ലേ? അതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു വെച്ചാൽ പണ്ട് നമ്മൾ അങ്ങനല്ല, അറ്റ്ലീസ്റ്റ് മഗ്‌രിബിനെങ്കിലും നമ്മളൊക്കെ കൂടി കൂടും കാലഘട്ടം. അപ്പൊ എന്തിനാ അങ്ങനെ നമ്മൾ ഒന്ന് മനസ്സിലാക്കി എടുക്കേണ്ട നമ്മൾ ഉത്തരം പറയേണ്ട കുറെ ഘട്ടങ്ങളുണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്നത്രേ ഉള്ളൂ, മക്കളെ നമ്മുടെ കഴിവിനനുസരിച്ചിട്ടുള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അത് ഈ തരത്തിൽ. അതുപോലെ തന്നെ നമുക്ക് അതിനോട് താല്പര്യമുണ്ടാവണം. നമ്മൾ അഭിരുചിയും താല്പര്യവും ഉണ്ടാവണം. എന്നാൽ ഇന്നത്തെ കാലത്ത് ഇത് രണ്ടും ഉണ്ടായാൽ പോരാ. ഇന്നത്തെ കാലത്ത് ഇത് മാത്രം ഞാൻ പഠിച്ചു, എനിക്ക് റാങ്ക് ഉണ്ട്, എനിക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ട്, എനിക്ക് അതുണ്ട് ഇതുണ്ടെന്ന് പറഞ്ഞൊന്നും ഒരു കാര്യമില്ല. ഇന്നത്തെ കാലത്ത് കഴിവുണ്ടോ, സ്കില്ലുണ്ടോ? പല കുട്ടികളും നമ്മുടെ മക്കള് പല സ്ഥലത്ത് പോയി കഴിഞ്ഞാലും ജോലി കിട്ടാത്തതിന് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പലതരത്തിലുള്ള സ്കില്ലുകൾ ഇല്ലായ്മയാണ്. കമ്മ്യൂണിക്കേഷൻ സ്കില്ലില്ല, പ്രോബ്ലം സോൾവിങ് സ്കില്ലില്ല, ഇല്ലേ? നിങ്ങളിപ്പോഴും നമ്മളൊക്കെ പലപ്പോഴും കാണുന്നുണ്ട്, ചില കുട്ടികളൊക്കെ എന്തെങ്കിലും ഒരു അപകടം പറ്റിക്കഴിഞ്ഞാൽ മിഴിച്ചു നിൽക്കുക എന്നല്ലാതെ എന്താ ചെയ്യണമെന്ന് അറിയില്ല. ചില സ്ഥലത്തൊക്കെ ഉണ്ടാവും, ഇല്ലേ? ഒരു റിസ്ക് ടേക്കിംഗ് ബിഹേവിയർ അവരുടെ അടുത്തുനിന്നില്ല, എന്താ ചെയ്യേണ്ടതെന്നുള്ള അറിയില്ല. അപ്പോൾ പല തരത്തിലുള്ള സ്കില്ലുകൾ നമുക്കുണ്ടാവണം. പ്രോബ്ലം സോൾവിങ് സ്കില്ല് വേണം, ക്രിറ്റിക്കൽ തിങ്കിങ് സ്കില്ല് വേണം. ഇത് ഈ സിറ്റുവേഷനിൽ ഞാൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് ആ പ്രശ്നം പരിഹരിക്കേണ്ടത്, അപ്പോൾ ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ തിങ്കിങ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് വരണം. അതൊക്കെ ഉണ്ടാവണമെങ്കിൽ വായിക്കണം, പുസ്തകങ്ങൾ വായിക്കണം, നമുക്ക് എക്സ്പീരിയൻസുകൾ ഉണ്ടാവണം, കാണണം. അപ്പോഴാണ് നമ്മുടെ തിങ്കിങ് പ്രോസസ്സ് മാറും. ഇതും കൂടി ഉണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് പല കമ്പനികളിലും ജോലി കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യണം. സ്കില്ലുകൾ പലതരത്തിലുള്ള സ്കില്ലുകളുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എന്നത്, മര്യാദക്ക് സംസാരിക്കാനറിയാം. എഞ്ചിനീയറിംഗ് കഴിഞ്ഞവരും മറ്റ് പ്രൊഫഷണൽ കോഴ്സുകൾ കഴിഞ്ഞവരൊക്കെ പലപ്പോഴും ഗൾഫ് രാജ്യങ്ങളിലും വിദേശ രാജ്യങ്ങളിലൊക്കെ പോയിട്ട് ജോലി കിട്ടാത്തതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മര്യാദക്ക് സംസാരിക്കാൻ അറിയാം. ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല. അത് വലിയൊരു ഘടകം തന്നെയാണ് ഇന്നത്തെ കാലത്ത് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത്. പലപ്പോഴും പല കുട്ടികളുണ്ട് 10ാം ക്ലാസ്സും +2 മാത്രമുള്ള കുട്ടികളുണ്ട്, ഏതെങ്കിലും ഒരു സ്കില്ല് പഠിച്ചിട്ടുണ്ടാവും ടെക്നത്, എന്നാൽ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ഒരൊറ്റ കാരണം കൊണ്ട് ജോലി കിട്ടുന്ന എത്രയോ ആൾക്കാരുണ്ട് പല കമ്പനികളിലും ഉണ്ട്. കാരണം അതാണ് വേണ്ടത്. അതേപോലെ തന്നെ നമ്മുടെ പേഴ്സണാലിറ്റിക്ക് അനുയോജ്യമായ തൊഴിലുകൾ. ഞാൻ ആരുമായിട്ടും സംസാരിക്കലില്ല, അല്ലെങ്കിൽ ഞാനിങ്ങനെ എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ അസ്സലാമു അലൈക്കും, ഇതൊക്കെ ശേഷം സുഖല്ലേ, എല്ലാവരുമായിട്ട് ഇടപെടുന്ന ഒരാൾ, ഇല്ലേ? നമ്മൾ കാണുന്ന ആൾ. നമ്മളെ കുട്ടികളുടെ 2 നേച്ചറാണ്. ഇപ്പം നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വന്നു, നമ്മൾ കരയിലും വന്നാൽ തന്നെ നമ്മളെ മക്കളെ അവരുടെ രീതികൾ എന്താണ്? നമ്മൾ ഫ്രണ്ട്സുകൾ വന്നു, അപ്പോൾ അവിടെ അല്ലേ ഉണ്ട് വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു പോക്കാണ്ട് പോകും. പിന്നെ അമ്മ പാപ്പാരാരാ വന്നിട്ട് വിളിക്കുന്നത് അറിയാം, ഇല്ലേ? അപ്പം ഉമ്മ വിളിക്കാൻ പോയ സമയത്ത് എന്ത് ചെയ്യും? ഉമ്മാൻ്റെ ഫോൺ അല്ലെങ്കിൽ നമ്മളെ ഫോൺ എടുക്കുക, ആ ഫോൺ എടുത്ത് തോണ്ടി നേരെ മുകളിൽ പോയിരിക്കും നമ്മൾ, അല്ലെങ്കിൽ മൂലൊക്കെ പോയിരിക്കും, ഇല്ലേ? എൻ്റെ വീട്ടിലൊക്കെ അങ്ങനെയാണ്, നിങ്ങളെ വീട്ടിലൊക്കെ അങ്ങനെ തന്നെ ആവും വിചാരിക്കുക. ഇതൊക്കെയാണ്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, പണ്ട് നമ്മൾ അങ്ങനെയായിരുന്നു. നമ്മളൊക്കെ, അല്ലെങ്കിൽ നമ്മളെ അവർക്ക് അറിയാം, നമ്മളെ മക്കൾ, അതായത് നമ്മളെ വാപ്പാട അല്ലെങ്കിൽ നാട്ടുകാർക്ക് തന്നെ അറിയാം, ഈ ഇന്നാളെ മോനല്ലേ എന്നൊക്കെ നമ്മളോട് പണ്ട് ചോദിച്ചിരുന്നു. ഇന്ന് ചോദിക്കലുണ്ടോ ആരെങ്കിലും? അങ്ങനത്തെ കാര്യം. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾ. അപ്പൊ കുട്ടികൾ ജനങ്ങളുമായിട്ട് ഇടപഴകുന്ന സാഹചര്യങ്ങളില്ല. അപ്പൊ പീപ്പിൾ ഓറിയന്റഡ് അല്ല. അങ്ങനെയുള്ളവർക്ക് ടീച്ചിങ് പറ്റില്ല, അഡ്വക്കേറ്റ് ആവാൻ പറ്റില്ല, മാർക്കറ്റിങ്ങിന് പോകാൻ പറ്റില്ല, ജേർണലിസം പറ്റില്ല. കാരണം എന്താ? ജനങ്ങളുമായി ഇടപഴകുന്ന ജോലികളാണ്. സൈക്കോളജി പറ്റില്ല, സോഷ്യോളജി പറ്റില്ല. അവരെ സംബന്ധിച്ചോളം ഒരു അടച്ചിട്ട റൂമിൽ ഇങ്ങനെ തിരിയണ കസാല, അതിങ്ങനെ ഇരുന്ന് ഇങ്ങനെ ആടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കും. ഇനി പുറത്ത് ബോംബ് പൊട്ടിക്കഴിഞ്ഞാൽ അവർ ഐ ഡോണ്ട് കെയർ, ഇത്രയുള്ള അവരെ സംബന്ധിച്ചോളം. ജനങ്ങളുമായി ഇടപഴകുന്നവർക്ക് പറ്റുള്ളൂ. ഞാനൊരു അധ്യാപകനാണ്, എനിക്ക് കുട്ടികളുമായി ഇടപഴകാൻ പറ്റുന്നുണ്ടെങ്കിൽ, കുട്ടികളെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എനിക്ക് പ്രൊഫഷൻ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഞാനൊരു സോഷ്യൽ വർക്കറാണ് എങ്കിൽ ഞാൻ ജനങ്ങളുമായി ഇടപഴകണം, ജനങ്ങളോട് സംസാരിക്കുന്നു, ഇല്ലേ? ഇനി അതേപോലെ തന്നെ എനിക്കൊരു സൈക്കോളജിയാണ് എനിക്ക് താല്പര്യം. സൈക്കോളജിക്ക് വേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വർത്താനം പറയാൻ ചിലർക്ക് ഇഷ്ടമായിരിക്കും, ഇല്ലേ? റേഡിയോ തുറന്ന ചമാരിങ്ങനെ ഇരുന്നിങ്ങനെ പറയും.
കേൾക്കുക എന്ന് പറഞ്ഞത് നമുക്ക് ഇഷ്ടമില്ലാത്ത, നമുക്ക് പതിയെ ആൾക്കാർക്കും പറ്റില്ല. നീ പറഞ്ഞോ, ഞാൻ ഇരുന്ന് കേട്ടോളാം, അല്ല ആരും തയ്യാറുണ്ടോ? നമ്മളെ മക്കൾ എന്തെങ്കിലും പറയുന്നു, അവരെ വിഷമങ്ങൾ പറയുന്നു, കേൾക്കാൻ തയ്യാറുണ്ടോ? പിന്നെ ഇതിപ്പോൾ അനക്ക് മാത്രമേ ഉള്ളൂ, വേറെ ആർക്കും ഇതില്ലല്ലോ, എനിക്ക് പോയാ അവിടുന്ന് ഇല്ലേ, കഴിഞ്ഞ്. പിന്നെ അവൾ നാരായണപ്പിട്ട് നമ്മൾ പറയുമോ? ഉമ്മാട് പറഞ്ഞെന്താ കാര്യം, ഉപ്പാട് പറഞ്ഞെന്താ കാര്യം? അത് ആലോചിച്ച് നോക്കുക. അപ്പൊ അങ്ങനെ എന്നാൽ നമ്മൾ പിള്ളേർ പറയുന്നത് നീ പറഞ്ഞോ ഞാൻ കേട്ടോളാം എന്ന് പറഞ്ഞിട്ട് അവരെ വിഷമം. നമുക്ക് കോവിഡിന് ശേഷം ലോകത്ത് 4 കോടിയോളം ജനങ്ങൾ മാനസിക പിരിമുറുക്കം, മാനസിക രോഗികളല്ല, മാനസിക പിരിമുറുക്കം അതുണ്ട്, അതിനടിമകളാണ്. നമുക്കെല്ലാവർക്കും ഉണ്ട്. നമുക്ക് കുട്ടികൾക്ക് പരീക്ഷ ആയി കഴിഞ്ഞാലുള്ള പ്രശ്നം, അവര് അഡോളസൻ കൗമാരപ്രായത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ പ്രശ്നം, ഇനി ഇതൊക്കെ കഴിഞ്ഞിരിക്കാലോ അവിടെയും പ്രശ്നങ്ങൾ, ഇനി അതൊക്കെ കഴിഞ്ഞ് കല്യാണം കഴിച്ചു കഴിഞ്ഞാലോ അവിടെയും പ്രശ്നങ്ങൾ. ഇപ്പൊ പ്രശ്നങ്ങളില്ലാത്ത ആൾക്കാരില്ല. അപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ നിസ്സാര കാര്യങ്ങളാണ്. ഇപ്പൊ നമ്മൾ വളരെ ഞെട്ടിക്കുന്ന ഒരു കാര്യമുണ്ട്, പ്രത്യേകിച്ച് ഇപ്പോ ഈ നമ്മളെ കുട്ടികളുടെ ചിന്തകളും മാറി. ഒരു ഫാമിലി എൻ്റെ അടുത്ത് ഇങ്ങനെ വന്നു, തിരൂരുള്ള തന്നെയാണ്, തിരൂര് അറിയപ്പെടുന്ന ഒരു ഫാമിലിയാണ്. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാനുള്ള വിഷമം പറഞ്ഞതാണ്. ഒന്ന് മകളുമായിട്ട് മകന് കല്യാണമൊക്കെ കഴിഞ്ഞു പോയി, മകള് പ്രായക്കായി, കല്യാണം നല്ല ജോലിയുണ്ട്, കല്യാണക്കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ കല്യാണം കഴിക്കണില്ല. അപ്പൊ എന്താന്ന് ചോദിച്ചാൽ ഇല്ല എനിക്ക് വേണ്ട. സ്വാഭാവികമായിട്ടും രക്ഷിതാക്കളെ മനസ്സിലേക്ക് എന്താന്ന് വരിക, അന്ന് അവൾക്ക് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും കണ്ടെത്തി. അപ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സിൽ അദ്ദേഹം കരുതി പടച്ചോനെ അത് നമ്മളെ കൗമെങ്കിലാവണേ എന്ന് വിചാരിച്ചിട്ടാണ് അവൾ സംസാരിക്കാൻ പോണത്. അപ്പോൾ അതൊന്നുമല്ല പ്രശ്നം. പ്രശ്നം എന്താണെന്നുള്ളത് പിന്നീട് നമ്മൾ അവളുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായതാണ്, എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല. അതെന്താ, എന്തപ്പോൾ കല്യാണം കഴിച്ചിട്ട് എനിക്കിങ്ങനെ ഫ്രീ ബേർഡായിട്ട് ജീവിക്കണം. കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ കുട്ടികളായി കഴിയുമ്പോൾ അതിനെ നോക്കണം, അങ്ങനെ റിസ്ക് എടുക്കാറൊന്നും എനിക്ക് താല്പര്യമില്ല. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റണില്ല അല്ലേ? ഇപ്പോഴത്തെ ഒരു ഇതാണ്. കുറച്ചു കാലം ഞങ്ങൾ പിന്നെ അപ്പം എന്താ, എങ്ങനെ ജീവിക്കും? എനിക്ക് താല്പര്യമുള്ളവർ ആരും ഉണ്ടെങ്കിൽ ഞങ്ങൾ കുറച്ചു കാലം ജീവിക്കും. നമുക്കൊന്ന് ചിന്തിക്കപ്പുറത്തേക്കാണ് ചിന്തകൾ പോകുന്നത്. അതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു? അപ്പൊ ആ കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പൊ ഇതൊരു വശം എന്ന് പറയുന്നത്. അപ്പൊ നമ്മളെ മക്കൾക്ക് ഈ പറയുന്ന തരത്തില്, അപ്പൊ നമ്മുടെ കുട്ടികളുടെ പ്രശ്നങ്ങൾ കേൾക്കാനും അവര് പഠിച്ചുകൊണ്ടിരിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ, നിങ്ങൾ എത്ര ആൾക്കാർ നിങ്ങളെ കൊച്ചുമക്കള് സ്കൂളിൽ നിന്ന് LKG UKG വന്നു കഴിഞ്ഞാൽ, സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ വല്യപ്പന്മാരാവട്ടെ, പാപ്പമാരാവട്ടെ, അമ്മമാരാവട്ടെ, എൻ്റെ പൊന്നു സ്കൂളിൽ നിന്ന് വന്ന എന്തൊക്കെ ഉണ്ടെന്ന്, സ്കൂളിൽ ആരൊക്കെ ഉണ്ട്, അവറ്റിങ്ങളിങ്ങനെ വലിയവായിങ്ങനെ പറയും ഇല്ലേ, ടീച്ചർ അങ്ങനെ പറഞ്ഞു, ഞങ്ങളോട് ഇങ്ങനെ ഡാൻസ് ചെയ്യിച്ചു, പിന്നെ അവണ്ടല്ലോ അവൻ ഇങ്ങനെ പറഞ്ഞു, ഇന്നെ നാട്ടി ഇന്നെ അടിച്ച്, ഇതൊക്കെ നമ്മൾ കേൾക്കാതിരിക്കലുണ്ടോ? ഇപ്പൊ ഇരിക്കലുണ്ടോ? ഇപ്പത്തെ രക്ഷിതാക്കൾക്കൊന്നല്ല. പിന്നെ എന്നിട്ട് ഇല്ലേ, അമ്മമാരോടൊക്കെ ചോദിച്ചാൽ അറിയാൻ പറ്റും. അല്ല, കേൾക്കുക. ആ കേൾക്കുന്നത് നീരസം കാണിച്ചു കഴിഞ്ഞാൽ അവര് ഷെയർ ചെയ്യുന്ന കാര്യങ്ങളിലും കുറവുകൾ വരും, ഒരു സംശയവുമില്ല. അവരുടെ മനസ്സ് നമുക്ക് വായിക്കാൻ പറ്റില്ല. അവരുടെ ആ ലൈഫ് കടന്നിങ്ങനെ പോകും. നമ്മൾ അതിലൂടെ ഇങ്ങനെ പോകുമ്പോഴാണ് അവർക്ക് നമ്മളെ മനസ്സിലാക്കാൻ പറ്റണം. നമ്മളുടെ ലൈഫ് എന്താണോ, നമ്മൾ ജീവിക്കുന്നത് എന്താണോ അവർ കാണണം. ഞാൻ എൻ്റെ ഭാര്യ എന്ന സ്നേഹം എന്താണെന്നോ, അല്ലെങ്കിൽ എൻ്റെ മക്കളോട് ഞാൻ കാണിക്കുന്നത് എന്താണെന്നോ, ഞാൻ എൻ്റെ സഹോദരന്മാരോട് കാണിക്കുന്നത് എന്താണെന്നോ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ മാതാപിതാക്കളോട് കാണിക്കുന്നത് എന്താണോ, ഞാൻ എൻ്റെ സൊസൈറ്റിയോട് കാണിക്കുന്നത്, ഇതൊക്കെ അവരിങ്ങനെ കാണുമ്പോഴാണ് അവരും ആ റൂട്ടിലൂടെ അവരും വരുള്ളൂ. കുടുംബം കുടുംബം എന്ന് പറയുന്നത് ഇതാണല്ലേ, എനിക്കും വേണം കുടുംബം, അവരുടെ മനസ്സിലേക്ക് വരണം. അപ്പോ അങ്ങനെ നമ്മൾ ഇരുന്ന് കേൾക്കാനുള്ള ഒരു മനസ്സുണ്ടെങ്കിലേ ഈ സൈക്കോളജി പോലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ, അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്കും ഡിമാൻഡാണ്, അവർക്കേ പറ്റുള്ളൂ, അങ്ങനെയുള്ളവർക്ക് സൈക്കോളജിസ്റ്റുകളാകാൻ പറ്റുള്ളൂ. നീ പറഞ്ഞോ ഞാൻ ഇരുന്ന് കേട്ടോളാം എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാർ വേണം. അപ്പൊ സൈക്കോളജിസ്റ്റുകളെ നമുക്ക് ആവശ്യമുണ്ട്, സോഷ്യൽ വർക്കർമാരെ ആവശ്യമുണ്ട്, എഞ്ചിനീയർമാരെ ആവശ്യമുണ്ട്, MBBS കഴിഞ്ഞ ആൾക്കാരെ ആവശ്യമുണ്ട്, സിവിൽ സർവീസ് കഴിഞ്ഞ ആൾക്കാരെ ആവശ്യമുണ്ട്, ഗവൺമെന്റ് സെക്ടറിലേക്ക് ജോലി സാധ്യതകളുണ്ട് അല്ലേ? ഇപ്പൊ നമ്മളെല്ലാവരും ഗവൺമെന്റ് ജോലി, എത്ര ആൾക്കാർ ഇപ്പൊ നിങ്ങൾ ആലോചിക്കും, നിങ്ങളുടെ മഹലിൽ നിന്ന് എത്ര ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരുണ്ട്? നമുക്ക് പറയാം, ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരുണ്ട് മഹലിൽ, പറയാൻ പറ്റുമോ? ഇല്ല.
എങ്കിൽ നമ്മൾ അതിനെ പറ്റിയിട്ട് ഗവൺമെന്റ് ജോലികൾ നമ്മുടെ നാട്ടിലുണ്ട്, റിസർവേഷൻ ഉള്ളത് എത്രയോ ഉണ്ട്. റെയിൽവേയിലൊക്കെ ഇഷ്ടം പോലെ തൊഴിലവസരങ്ങളുണ്ട്. ടെക്നിക്കലായിട്ടുള്ള നിങ്ങൾക്ക് 10ാം ക്ലാസ് കഴിഞ്ഞു, കൂടുതൽ പഠിക്കാൻ താല്പര്യമില്ല, എന്തെങ്കിലും പെട്ടെന്ന് ജോലി കിട്ടണം. ITI കേട്ടുണ്ടോ? ITI കേട്ടുണ്ടോ? ഇതാ ഇപ്പോൾ വിളിച്ചിട്ടുണ്ട് ITIയിലേക്ക് 2 വർഷത്തെ ഡീസൽ മെക്കാനിക് എന്നുള്ള കോഴ്സ്, ആൺകുട്ടികളായാലും ശരി പെൺകുട്ടികളായാലും ശരി, അത് കഴിയുകയാണെങ്കിൽ നിങ്ങൾക്കറിയോ ട്രെയിൻ ഓടിക്കുന്ന ആൾക്ക് എന്താ പറയാ? ട്രെയിൻ ഓടിക്കുന്ന ആളുണ്ടാവൂലേ, ഡ്രൈവർ ഉണ്ടാവൂലേ, എന്താ പറയാ? മക്കൾക്ക് ആർക്കെങ്കിലും അറിയോ? ആർക്കെങ്കിലും അറിയോ ട്രെയിൻ ഓടിക്കുന്ന ആളുടെ പേര് എന്താ പറയാ? വിമാനം ഓടിക്കുന്ന ആളുടെ പേരെന്താ? പൈലറ്റ്. അപ്പൊ ട്രെയിൻ ഓടിക്കുന്ന ആളുടെ പേരാ എന്തായിരിക്കും? അതൊരു പൈലറ്റ് തന്നെയാണ്. ലോക്കോ പൈലറ്റ് എന്ന് പറഞ്ഞു. അതാണ് ക്വാളിഫിക്കേഷൻ. എന്താ അറിയോ? എന്താ ക്വാളിഫിക്കേഷൻ? ITI 10ാം ക്ലാസ് കഴിഞ്ഞ് ITIയിൽ ഡീസൽ മെക്കാനിക് ഓട്ടോമൊബൈൽ മാത്രം പഠിച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് റെയിൽവേ റിക്രൂട്ടിംഗ് ബോർഡ് നടത്തുന്ന എൻട്രൻസ് പരീക്ഷ എഴുതി കഴിഞ്ഞാൽ മാത്രം മതി ലോക്കോ പൈലറ്റ് ആവാൻ. എത്ര ആൾക്കറിയാം? അപ്പൊ അതിന് കൂടുതൽ ചില ആൾക്കാരൊക്കെ പറയും, അതിന് കുറേ പഠിക്കണ്ടേ, കാരണം വലിയ വണ്ടിയാണ് നമ്മൾ ഓടിക്കുന്നത്, അല്ലേ? ആണോ? അങ്ങനൊക്കെ ചിന്തിക്കുന്ന കുട്ടികളുണ്ട്. അല്ല, അപ്പൊ നമ്മുടെ കഴിവുകൾ എന്താണോ? അപ്പൊ ഇന്ന് കുറേ ആൾക്കാർ, പണ്ടത്തെ മാതിരിയൊന്നുമില്ല, ഇന്ന് പല ആൾക്കാരും ഈ ഒരൊറ്റ സാധനം വെച്ചിട്ട് ജീവിതമാർഗം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. കോവിഡിന്റെ സമയത്ത് നിങ്ങൾ കണ്ടോ എത്ര യൂട്യൂബർമാരുണ്ടായിരുന്നത്? ചക്കക്കൂര് അടക്കം ജ്യൂസ് അടിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടാക്കിയിരുന്നത് ഇല്ലേ? അതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ എത്ര ആൾക്കാരുണ്ട്? ഇപ്പൊ വ്ളോഗർമാരുണ്ട്. ഇപ്പൊ കുറേ മേഖലകളുണ്ട്. എല്ലാവരും അങ്ങനെ ആവാൻ പറ്റും. വ്യത്യസ്ത മേഖലകളുണ്ട്. കണ്ടന്റ് റൈറ്റേഴ്സ് പറഞ്ഞിട്ടുള്ളുണ്ട്. പല തരത്തിലുള്ള രീതികളുണ്ട്. ലോകം അതിവേഗം വളർന്നുകൊണ്ടിരിക്കുകയാണ്. AI കേട്ടിട്ടുണ്ടോ? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയും. നമ്മൾ പറയുന്നുണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എല്ലാ മേഖലയും കവർന്നെടുക്കുന്നുള്ളത്. അഞ്ഞ് മനുഷ്യന്മാർക്ക് ഒരു പണിയില്ല, മനുഷ്യന്മാർ എങ്ങനെ ഇരുന്നാൽ മതിയെന്ന്. അല്ല, എത്ര വലിയ AI വന്നു കഴിഞ്ഞാലും മനുഷ്യന്മാർ ചെയ്യണം, മനുഷ്യന്മാർ തന്നെ ചെയ്യണം. പക്ഷെ നമ്മൾ ആ AIനെ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ഉപയോഗിക്കാൻ പഠിക്കണം. അത് പഠിച്ചാൽ മാത്രമേ വിജയിക്കുള്ളൂ. അവിടെയാണ് ഇത്. ഞാൻ കഴിഞ്ഞ മാസം മാധ്യമ പത്രത്തിന്റെ ഒരു എഡ്യൂക്കഫേ എന്ന് പറഞ്ഞ പരിപാടി ഉണ്ട് ഇവിടെ മലപ്പുറത്ത്. ആ പരിപാടി ഞാൻ പങ്കെടുത്തു. ഞാനവിടെ കൗൺസിലിങ്ങിനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു സെക്ഷൻ നടന്നിട്ടുണ്ടായിരുന്നു. അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും യുവാക്കളും, അതായത് ജെൻസി പിള്ളേരുടെ അവരുടെ ഓരോ ലെവലിൽ എത്തിയിട്ടുള്ള സിവിൽ സർവീസ് കിട്ടിയിട്ടുള്ള കുട്ടികളും AI-യുടെ യുഗത്തിൽ എന്നുള്ളതാണ് സബ്ജക്റ്റ്. അപ്പോൾ അവിടെ ഒരു ഡോക്ടറുണ്ട്, കൊച്ചു പെൺകുട്ടി, ഒരു 21 വയസ്സുള്ള ഒരു പയ്യനും 2-3 പയ്യന്മാരും ഒക്കെ, എല്ലാവരും ചെറുപ്പക്കാരാണ്. അപ്പോൾ ഓരോരുത്തരോടും ഇങ്ങനെ ചോദിക്കുകയാണ്, നിങ്ങൾ എങ്ങനെയാണ് സിവിൽ സർവീസ് കിട്ടിയത്? അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു, ഡോക്ടറാണ്, ഞാൻ തൃശ്ശൂർ അശ്വിനി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓൺലൈനിലായിട്ടാണ് സിവിൽ സർവീസ് പഠിച്ചതും, ഞാൻ അക്കാദമി പോയിട്ടൊന്നുമില്ല. അങ്ങനെ ഞാൻ 2-3 വർഷത്തെ പഠനത്തിന് ശേഷമാണ് എനിക്ക് കിട്ടിയത്. ഓക്കെ, ഗുഡ്. അപ്പോൾ നമ്മൾ പറയും ഓൺലൈൻ പഠനം നല്ലതാണ്. അങ്ങനെ വേറൊരുത്തരോട് പറഞ്ഞു, ഞാൻ അക്കാഡമിയിൽ പോയി പഠിച്ചു, ഞാൻ അത്യാവശ്യം ഇനി ഇരുന്നു, ഞാൻ മൊബൈൽ ഉപയോഗിക്കുന്നില്ല, എൻ്റെ അടുത്ത് ആകെ ഉള്ളത് മറ്റേ പണ്ട് ഇപ്പോൾ നമ്മൾ പട്ടിനെടുത്ത് എറിയണ സാധനമില്ലേ, എന്തായാലും പറയാം, ഞെക്കണ സാധനമില്ലേ, ഞെക്കിയിട്ടുള്ള ഇത്ര ഒരു ഫോൺ മാത്രമല്ലോ, ഞാൻ ഇതുവരെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ടില്ല, വാട്സപ്പില്ല, എനിക്ക് അതില്ല ഇതില്ല. അങ്ങനെ ഞാൻ ഇരുന്ന് മനക്കെട്ട് പഠിച്ചുണ്ടാക്കിയതാണ് സിവിൽ സർവീസ് എന്ന് പറയുന്നത്. എല്ലാവരും കൈയടിച്ചു, സ്വാഭാവികം, സമ്മതിച്ചു. ഇന്നത്തെ കാലത്ത് കുട്ടിയെ ചെയ്യണം, അങ്ങനെയാണല്ലോ. വേറൊരു പയ്യനുണ്ട്, അവനോട് ചോദിച്ചു എങ്ങനെയാണ് പഠിച്ചത്? അവനിങ്ങനെ ആലോചിച്ച് ഇങ്ങനെ പറഞ്ഞു, ഞാൻ പഠിച്ചത് ഇത് ഉപയോഗിച്ചിട്ടാണ്, ഇത് മാത്രമായിരുന്നു ഞാൻ ഉപയോഗിച്ചിരുന്നത്. അപ്പം എല്ലാവരും ഞെട്ടി, എല്ലാവരും ഇത് ഒഴിവാക്കുന്നു പറഞ്ഞു. ഞാൻ ഇതിന് അപ്പം ഇതെങ്ങനെയാണ് അപ്പം വിശദീകരിച്ചു. ഞാൻ ഇതിനെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന സഹായത്തോട് കൂടിയിട്ട് ഞാൻ ഇത് ഉപയോഗിച്ച് മാത്രം പഠിച്ചു. ഞാൻ ഒരു ദിവസം നേരം വെളുത്തു കഴിഞ്ഞാൽ ChatGPT ചോദിക്കും, എനിക്ക് ഇന്ന് പഠിക്കാൻ പറ്റിയിട്ടുള്ള, ഞാൻ നേടിയെടുക്കേണ്ട അറിവുകൾ ഏതൊക്കെയാണ്? എൻ്റെ ഉദ്ദേശം ഒരു സിവിൽ സർവീസാണ്, ഇത്ര വർഷം കഴിഞ്ഞാൽ കിട്ടണം, 3ാമത്തെ വർഷം എനിക്ക് സിവിൽ സർവീസ് കിട്ടണം, അതുകൊണ്ട് ഞാൻ എങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്ത് പോകുന്നത്. അപ്പോൾ ChatGPT പറയും, എന്തെന്ന്, താങ്കൾ പേടിക്കേണ്ട, നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ ഞാൻ നൽകാം, അപ്പോൾ ഇന്ന് നിങ്ങൾ ഇതിന്ന് പഠിക്കൂ എന്ന് പറഞ്ഞിട്ട് ആ സെറ്റിൽ തരും. അത് അദ്ദേഹം ഡൗൺലോഡ് ചെയ്യുന്നു, അത് പഠിക്കുന്നു. അത് പഠിച്ചു കഴിഞ്ഞാൽ ChatGPT പറയും, നിങ്ങൾ ഇന്ന് പഠിച്ചു കഴിഞ്ഞതാണോ? അതെ. അതൊന്ന് പരീക്ഷ നടത്തി നോക്കണ്ടേ? ആയിക്കോട്ടെ. അപ്പോൾ ChatGPT ക്വസ്റ്റ്യൻ കൊടുക്കും.
അപ്പോൾ ചാറ്റ് ജി പി ടി കൊടുക്കുമ്പോൾ അവൻ തന്നെ ആൻസർ ചെയ്യും. ആ പരീക്ഷ പേപ്പർ നോക്കണ്ടേ, ചാറ്റ് ജി പി ടി നോക്കി തരും. അപ്പോൾ പറയും മൂന്നാമത്തെ ക്വസ്റ്റ്യൻ തെറ്റിച്ചിട്ടുണ്ട്, സത്യത്തിൽ ഇതിൻ്റെ ഉത്തരം ഇന്നതാണ്, എൻ്റെ ചാറ്റ് ജി പി ടി എന്നെ പഠിപ്പിച്ചു തരും. എങ്ങനെയുണ്ട്? ഒന്ന് ആലോചിച്ച് നോക്കി. ഞാനൊക്കെ ഞെട്ടിപ്പോയി. നമ്മളിത് ആ സാധനത്തിനെ, ഈ പറയുന്ന മുതലിനെ ഉപകാരപ്രദമായ രീതിയിലൂടെ കുട്ടി കൊണ്ടുപോയ ഒരു രംഗം ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ ഇങ്ങനൊക്കെ സാധിക്കുകൾക്ക് നമ്മൾ വിചാരിക്കണ മാതിരിയല്ല. നമ്മളെ മക്കളൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിയാണ്. ഇപ്പൊ 14 വയസ്സുള്ള മക്കളാണ് നിങ്ങൾക്ക് ഉള്ളത് വെച്ച് കഴിഞ്ഞാൽ ഓനേക്കാളും ബുദ്ധി ഉണ്ട് നിങ്ങൾക്ക് 6 വയസ്സായ ചക്കന്, ആ കുട്ടിക്കും. ഇനി ജനിക്കാൻ പോണ അതിനേക്കാളും കൂടുതലായിരിക്കും. അപ്പൊ അവർക്ക് അതിൻ്റെ ഒരു കുറവുമില്ല. പക്ഷെ അത് ഉപയോഗിക്കുന്ന രീതി അവർക്ക് അറിയില്ല. അത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, നമ്മൾ കാണിച്ചു കൊടുക്കണം. ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മളെ കുട്ടികളെ നമുക്ക് തിരിച്ചെടുക്കാം. അപ്പൊ മക്കളെ നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മുടെ ഓരോ തലത്തിലും നമ്മൾ പോകുമ്പോൾ നമ്മളെ കഴിവ്, നമ്മുടെ ഓരോ ഘട്ടത്തിലും നമ്മൾ പോകുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റണം, പടച്ചോൻ നമുക്ക് തന്ന കഴിവുകൾ എന്താണെന്നുള്ളത് തിരിച്ചറിയാൻ പറ്റണം. ഇല്ലേ? ചില കുട്ടികൾ നന്നായിട്ട് വരക്കും, നന്നായിട്ട് എഴുതും, ചിലവർ നന്നായിട്ട് പാട്ട് പാടും, ചിലവർക്ക് സ്പോർട്സിനോടായിരിക്കും താല്പര്യം, ചിലവർക്ക് മറ്റ് ടെക്നിക്കലായിട്ടുണ്ട്. അങ്ങനെയുള്ള സ്കില്ലുകളുണ്ട്. അതൊക്കെ നമ്മൾ തിരിച്ചറിയണം. അപ്പൊ എൻ്റെ അടുത്തൊരു കൗൺസിലിങ്ങിന് ഒരു പെൺകുട്ടി വന്നു. 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ് കേട്ടോ. 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ്. ഉമ്മാക്കില്ലാത്ത കുറ്റങ്ങളൊന്നുമില്ല. ഉമ്മമാർക്കാണല്ലോ ഏറ്റവും കൂടുതൽ കുറ്റം ഉണ്ടാവുക അല്ലേ? അവൾ അങ്ങനെയാണ്, അവള് പഠിക്കൂല, വേറെ അവൾ അങ്ങനെയാണ്, അവൾക്ക് പഠിക്കാൻ അവിടെ എന്തെങ്കിലും കുറവാണുള്ളത്, അത് വാങ്ങിച്ചിട്ടുണ്ട്, അപ്പൊ ഇത് വാങ്ങിച്ചിട്ടുണ്ട്, ഇതൊക്കെ ഉണ്ട്, അവള് പഠിക്കൂല. അങ്ങനെ ഞാൻ അവളോട് ഇങ്ങനെ വർത്താനം പറയുന്ന സമയത്ത് ഞാൻ ചോദിച്ചു, എന്താ നിന്റെ പ്രശ്നം, നീ എന്താ പഠിക്കാത്ത? അവൾ പറഞ്ഞു, ഞാൻ പഠിക്കണമൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഞാൻ ചോദിച്ചു, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താ ചോദിച്ചു, എൻ്റെ ഹോബി എന്താ? അവൾ പറഞ്ഞു, ഞാൻ വായിക്കും. അപ്പം ചില കുട്ടികളുടെ നേച്ചർ കണ്ടു കഴിഞ്ഞാൽ അവരുടെ ഹോബീസൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഞാൻ ചോദിച്ചു, നീ ചിത്രം വരക്കൂലേ ചോദിച്ചു. അവൾ പറഞ്ഞു, ഞാൻ വരച്ചിരുന്നു പണ്ടൊക്കെ, ഇപ്പം ഇല്ല. പോയിന്റ് ഘട്ടങ്ങൾ ഇപ്പം ഇല്ല. അതെന്ത്? അല്ല അതെന്താ? അല്ല ഞാൻ ഇപ്പോൾ വരക്കലില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ചെറുപ്പത്തിൽ നമ്മൾ വരക്കണ ശീലം, നന്നായിട്ട് വരച്ചിരുന്ന കഴിവൊക്കെ കുറച്ചുകൊണ്ട് വളർന്നു വന്നു കഴിഞ്ഞാൽ അങ്ങനെ പോകും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പോകൂല. അത് നമ്മുടെ അഭിരുചിയാണ്. പക്ഷെ നമുക്കതിനോട് ഇൻട്രസ്റ്റ് ഇല്ല, താല്പര്യമില്ല, ആ എൻവയോൺമെന്റ് ഉണ്ടാക്കിയില്ല. അപ്പം എന്തായി? നമുക്കതിനോട് ഇഷ്ടമില്ലായ്മ വന്നു. ഇന്നും പെൻസിൽ കൊടുത്ത ആ കുട്ടി വരക്കും. ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, നമുക്ക് ദൈവം തന്നിട്ടുള്ള കഴിവാണ്. നിന്റെ ആശയങ്ങൾ നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. നിന്റെ ചിന്തകളെ നിനക്ക് ചിലപ്പോൾ ഒരു ചിത്രങ്ങളിലൂടെ കൊണ്ടുപോകാൻ പറ്റും. ഞാൻ വെറുതെ പറഞ്ഞതാ. വെറുതെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എൻ്റെ വായന ചാടിപ്പോയി. അങ്ങനെ ഞാനൊക്കെ സംസാരിച്ചു, ഞങ്ങളൊക്കെ പോയി. ഒരാഴ്ച കഴിഞ്ഞിട്ട് ആ കുട്ടി എന്നെ വിളിച്ചിട്ട് സാറേ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ പോരെ ഒന്ന്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു 100 പേജിൻ്റെ നോട്ട് പുസ്തകം 100 പേജിൻ്റെ നോട്ട് പുസ്തകമായിട്ടാണ് ആ കുട്ടി വന്നത്. സാറ് പറഞ്ഞപ്പോഴാണ് ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചത്. എൻ്റെ ആശയങ്ങളൊക്കെ പറ്റി ഞാൻ ആലോചിച്ചു. സാർ ഇത് നോക്കുമെന്ന് പറഞ്ഞു. ഞാൻ മറിച്ച് നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി. ആ കുട്ടി ഓരോ പേജിലും ഓരോ ചിത്രങ്ങളാണ്. ഈ ചിത്രങ്ങൾ ഒരു കഥയാണ്. ഈ ചിത്രങ്ങൾ നമ്മളിതിൻ്റെ കണ്ടിന്യൂഷൻ അടുത്തത്. അതിങ്ങനെ കഴിഞ്ഞ് പോകുമ്പോൾ നമുക്കറിയാം ഈ കുട്ടിയുടെ മനസ്സിൽ ആശയമാണ്. ഇത്രയും കഴിവുള്ള കുട്ടിയാണത്. ഇപ്പൊ ആ കുട്ടി പഠിക്കുന്നത് NID നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിങ്, അഹമ്മദാബാദില് ഫൈനൽ വിദ്യാർത്ഥിയാണ് ആ പെൺകുട്ടി. അതായത് ഇന്ന് നമ്മുടെ ലോകത്തുള്ള എല്ലാ സാധനങ്ങളെയും ഡിസൈൻ ചെയ്യുന്നത്, ഇപ്പോൾ എൻ്റെ മൊബൈൽ ഡിസൈൻ ചെയ്യുന്നത്, എൻ്റെ ഈ നമുക്കിന്ന് വെള്ളത്തിൻ്റെ കുപ്പികൾ ഇഷ്ടം പോലെ അല്ലേ? കല്യാണപ്പരയിൽ പോയി കഴിഞ്ഞാൽ കാണാൻ ഇത്രയും വന്ന കുപ്പിയുണ്ട്. ഇപ്പോൾ ഉരുണ്ട കുപ്പിയുണ്ട് നിങ്ങളുടെ. അതുപോലെ എന്തൊക്കെ തരത്തിലുള്ള ഡിസൈനിങ്ങൾ ഉണ്ടോ, അപ്പാരൽ ഡിസൈനിങ് തന്നെ പറയാം. അപ്പാരൽ ഡിസൈനിങ്, ആ ഡിസൈനിങ്ങിൽ ആ കുട്ടി ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ജോലി ഉറപ്പാണ്. ആ കുട്ടിയുടെ കഴിവിൽ നിന്ന് ഇഷ്ടം പോലെ സാധനങ്ങൾ ഡിസൈൻ ചെയ്തിറങ്ങും. എല്ലാ സാധനങ്ങളും മോൾഡിങ് അടക്കം എന്ന് പറഞ്ഞ സംഗതികളാണ് നമ്മുടെ കഴിവുകൾ. അപ്പം നമ്മുടെ കുട്ടികൾക്കൊക്കെ ചെറുപ്പത്തിൽ എന്തെങ്കിലും ശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, മോശമായതല്ല, ഈ പറയുന്ന കഴിവുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഉയർത്തി കൊണ്ടുവരാനുണ്ട്.
പാടാനുള്ള കഴിവുകൾ. ഇപ്പോഴത്തെ കുട്ടികൾ, ചില കുട്ടികളൊക്കെ ഉണ്ടാവും നന്നായിട്ട് പാടുക. ഇപ്പൊ ഞാൻ പാടില്ല. നമ്മൾ ഒരു വിഷമം വരും. നമുക്കൊന്ന് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമുക്കൊന്ന് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ കഴിവുകളാണ്. ഒന്ന് ഇരുന്ന് പാടി നോക്കി. നിങ്ങൾ ഹനാൻഷയുടെ ഫോളോവേഴ്സ് ആയിരിക്കും അല്ലേ നമ്മളെ കുട്ടികളൊക്കെ ഇല്ലേ? ബാപ്പിയും ഉമ്മയും അഞ്ചനും ഏട്ടനും ഒക്കെ കൂടി അതൊന്നും ആലോചിച്ചിട്ടുണ്ടോ? അവരിങ്ങനെ പാട്ടിന്റെ ഓരോ ഭാഗങ്ങളിലൂടെയാണ് അവർ ജീവിക്കുന്നത്. ഒരു ലൈഫാണ് കാണിക്കുന്നത്, പക്ഷെ അതിൽ കൂടെ അവരെ പാട്ടിൻ്റെ ഇതുണ്ട് ഇല്ലേ? ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ആലോചിച്ച് നോക്കിയിട്ടുണ്ട്, കുറച്ചൊരു എന്തൊരു കഴിവാണെന്നുള്ളത്. കാരണം വെറുതെ ഇരിക്കുമ്പോൾ 4 വരികളൊക്കെ ഇങ്ങനെ പോലും അങ്ങനെ പറഞ്ഞു പോകും. വർത്തത്തിനിടയിലൊക്കെ വാപ്പ അതിങ്ങനെ മോഹം വരെ പറയുമ്പോൾ വാപ്പ ഇങ്ങനെ വാക്കിനെ പറഞ്ഞു വരും. ഇതൊക്കെ കഴിവുകളാണ്. നമുക്ക് അവിടെ എന്ത് ചെയ്യും? ആസ്വദിക്കാൻ പറ്റുന്നു. നമ്മുടെ മെമ്മറികളാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഇതൊന്നും ഇല്ലാതെ ഈ സാധനത്തിൽ ഒരു പെരയിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളൊക്കെ നമ്മളൊക്കെ അങ്ങാടിയിലൊക്കെ പോയിരുന്നിരുന്നു. അങ്ങാടിയിൽ നിന്ന് സൊറ പറയും ഇല്ലേ? ഇന്ന് അങ്ങാടിയിൽ പോയി സൊറ അടക്കണുണ്ടാവും. എന്താണ്? അങ്ങാടിയിലൊക്കെ ഇങ്ങനെ കാണാം, വലിയ ഇതൊക്കെ വെച്ചിങ്ങനെ കാണാം. 10 കുട്ടികളുണ്ടെങ്കിൽ 11 എണ്ണം 11 സ്റ്റൈലാണ്. ഒരുത്തപ്പെടുന്നിട്ട് ഇങ്ങനെ തോന്നുന്നുണ്ടാവും, അപ്പോൾ അവിടെ നിന്ന് തോന്നുന്നുണ്ടാവും. ഇങ്ങനെ അങ്ങനത്തെ ഒരു അവസ്ഥയിലൊക്കെയാണ് പോണത്. അതൊക്കെ ഒന്ന് കുറയ്ക്കുക, നമ്മളെ പറ്റി സ്വന്തം ചിന്തിക്കുക, നമ്മളെ കുട്ടികൾ അതിനു വേണ്ടി ഇറങ്ങണം. അതേപോലെ തന്നെ അതിനുള്ള സൗകര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. നമ്മളെ മക്കൾ, നാട്ടിലുള്ള കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ അവസരങ്ങൾ കൊടുക്കുക. അവർക്ക് പഠിക്കാനുള്ള 10ാം ക്ലാസ്സിൽ വരുമ്പോൾ 10ാം ക്ലാസ് ഇപ്പം പണ്ടത്തെ മാതിരിയൊന്നുമല്ല. പണ്ട് കഴിഞ്ഞ വർഷം വരെ 4 മാർക്ക് കിട്ടിയാൽ മതി പാസ്സാവാൻ. 4 മാർക്ക് 5 മാർക്ക് കിട്ടിയ കുട്ടി പാസ്സാകും. ഇനി അതല്ല, ഇനി മിനിമം 12 മാർക്ക് ഓരോ സബ്ജക്റ്റിലും കിട്ടണം. ചില വിഷയങ്ങളിൽ 18 കിട്ടണം. എഴുതിയാലേ ഇനി കിട്ടുള്ളൂ. നമ്മളെ കുട്ടികൾക്ക് എഴുതാനും വായിക്കാനും അറിയണ്ടോ എന്ന് നോക്കുക. ഇപ്പോഴും ചില കുട്ടികൾക്ക് ഇപ്പം +2 വരുന്ന കുട്ടികൾ, ഞാൻ +2 പഠിപ്പിക്കുന്നത്, പല കുട്ടികൾക്കും എഴുതാൻ അറിയില്ല. അറ്റങ്ങളോടൊക്കെ എന്തെങ്കിലും ലീവ് കിട്ടും. എന്തുകൊണ്ടാണ് നേരം വൈകുന്ന എഴുതാൻ പറഞ്ഞാൽ ചിലപ്പോൾ വരും, ഞാൻ ഇനി വൈകി വരില്ല. നമുക്ക് വൈകി വരില്ല, വഴിക്ക് വീഴണം. അങ്ങനെയൊക്കെ അവർക്കൊന്നും എഴുതാറില്ല. നയൻ എന്നുള്ളതിന്റെ സ്പെല്ലിംഗ് ഒക്കെ കാണാൻ നമ്മൾ ഞെട്ടിപ്പോവും. നയൻ NINE എന്നുള്ളത് കുട്ടികളൊക്കെ സ്പെല്ലിങ് നെയിൻ ഇങ്ങനെയൊക്കെ എഴുതി വെക്കുക. ഇതൊക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കേണ്ട സമയത്ത് നമ്മൾ വായിക്കാതെയും എഴുതാതെയും പോയത് കൊണ്ടാണ്. മാത്രമല്ല, നമ്മൾ മൊബൈൽ ഫോൺ എന്ന് വന്ന സാധനത്തിൽ നമ്മൾ പിന്നെ മംഗ്ലീഷാക്കി ഇല്ലേ? മംഗ്ലീഷ് ടൈപ്പ് ചെയ്തിട്ട് എന്തായി? നമ്മുടെ ആ എഴുതാനുള്ള കോലവും പോയി. അതല്ല മക്കളെ, ഇനിയുള്ള കാലഘട്ടങ്ങളിൽ +2 വരെയെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? +2 വരെ അല്ല, നമ്മൾ തുടർ വിദ്യാഭ്യാസം കൊണ്ടുപോകണമെങ്കിൽ എഴുതാനും വായിക്കാനും നന്നായിട്ട് അറിയണം. മലയാളം, ഇംഗ്ലീഷ് ഇത് രണ്ടും. മലയാളത്തിന് ഒരു പരിധി വരെ കഴിഞ്ഞ പിന്നെ മലയാളം ആവശ്യമില്ലെങ്കിലും ഇംഗ്ലീഷ് നന്നായിട്ട് എഴുതാനും. ഇപ്പൊ നിങ്ങൾ പറയും ChatGPT ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ട്. ChatGPT സംസാരിക്കില്ല, നമുക്ക് സംസാരിക്കേണ്ടി വരും. ചില കാലത്ത് ഒരു എക്സാമിന് ChatGPT ഉണ്ടാവില്ല. പ്രസന്റേഷൻ സ്കില്ലുകൾ വേണം. അപ്പൊ ഇതൊക്കെ നമ്മൾ ചെറുപ്പത്തിലെ ശീലമാക്കണം. അങ്ങനെ നമ്മൾ പഠിക്കുക. കുറച്ച് സമയം വെറുതെ ഇരിക്കുക. വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് ആലോചിക്കാൻ പറ്റണം. ആലോചനകളിൽ നമ്മൾ ഭാവിയെക്കുറിച്ച് ആലോചിക്കണം. +2 കഴിഞ്ഞാൽ, 10ാം ക്ലാസ് കഴിഞ്ഞാൽ അടുത്തൊരു 5 വർഷം കൊണ്ട് ഞാൻ എന്താകണം എന്നൊക്കെ ചിന്തിക്കുക. ഞാൻ ഏത് ലെവലിലേക്ക് പോകണം, എൻ്റെ കഴിവുകൾ എന്താണ്, ഞാൻ ഏത് തരത്തിലുള്ള ജോലിയാണ് ചെയ്യേണ്ടത്, എന്ത് സ്കില്ലുകളാണ് ഞാൻ കൂട്ടേണ്ടത്, ഞാൻ എവിടെയാണ് പഠിക്കേണ്ടത്, ഞാൻ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കോഴ്സ് ഏറ്റവും നല്ല സ്ഥാപനം ഏതാണ്, അതിന് എൻട്രൻസ് ഉണ്ടോ, ആ എൻട്രൻസിന് ഞാൻ എങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യണം. അങ്ങനെ ലൈഫിൽ ഒരു ഗോൾ സെറ്റ് ചെയ്യുക. ഒരു ലക്ഷ്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് പറ്റണം. ലക്ഷ്യമുണ്ടെങ്കിലേ നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കുകയുള്ളൂ. അല്ലാതെ 10ാം ക്ലാസ് കഴിയട്ടെ, +2 കഴിയട്ടെ, ഡിഗ്രി കഴിയട്ടെ എന്നിങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ അങ്ങനെ പോരണം. അല്ല, നിങ്ങൾ ചിന്തിക്കണം. ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും, പെൺകുട്ടികൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജോലിക്ക് പോകാം, അത് അവരുടെ കാര്യങ്ങൾ. പക്ഷേ നമ്മുടെ കുട്ടികളെ നമ്മൾ അവരെ കല്യാണം കഴിച്ച് അയക്കുന്നതിന് മുന്നേ നമ്മളൊരു തീരുമാനിക്കണം. അവരെ ഞാൻ എന്തെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ആക്കിയിട്ടേ വിടുള്ളൂ. അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റണം. സ്വന്തം കാലിൽ നിൽക്കാൻ അവർക്ക് പറ്റണം. ജോലി പോകണുണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ അവർ തീരുമാനിച്ചോട്ടെ. പക്ഷെ നമ്മൾ അവരെ ഒരു വെൽ എഡ്യൂക്കേറ്റഡ് ആക്കി മാറ്റണം. അവരെ കഴിവിനെക്കാൻ പറ്റണം. അപ്പൊ ഒരു ഗോൾ സെറ്റ് ചെയ്യാൻ നമ്മളെ കുട്ടികൾക്ക് കഴിയണം. അതിന് കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ പറയുന്ന കാര്യങ്ങളാണ് എൻ്റെ കഴിവ്, എൻ്റെ അഭിരുചി, എൻ്റെ താല്പര്യം, എൻ്റെ സ്കില്ല്, എൻ്റെ പേഴ്സണാലിറ്റി, എൻ്റെ വാല്യൂസ്, എൻ്റെ ഫാമിലി. ഇതെല്ലാം നോക്കിയിട്ട് നമ്മളത് സെറ്റ് ചെയ്യാൻ പറ്റണം. അങ്ങനെ നമ്മൾ ചെയ്തു പോയാൽ നമുക്ക് വിജയിക്കാനും ഒക്കെ നമ്മുടെ സൊസൈറ്റിയോടും നമ്മുടെ ഫാമിലിയോടും ഒക്കെ ഒരു കമ്മിറ്റ്മെന്റ് നമുക്കുണ്ടാകും. ഇങ്ങനെയൊക്കെ നമുക്ക് ആവാൻ സാധിക്കണം.
ഞാൻ അവസാനിപ്പിക്കുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ പറയേണ്ടതുണ്ടെങ്കിൽ വല്ല കോഴ്സുകളെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം. അതല്ല നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ആ ലെവലിലൂടെ പോവാം. അപ്പോൾ ഞാൻ കുറേ നേരം സംസാരിച്ചു ഇല്ലേ? സംശയങ്ങളോ കൂടുതലായിട്ട് അറിയേണ്ടത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. വല്ല കോഴ്സുകളെ കുറിച്ചൊക്കെ കണ്ടു. ഞാൻ കോഴ്സുകളെ കുറിച്ചൊന്നും കൂടുതൽ പറഞ്ഞിട്ടൊന്നുമില്ല. ഇപ്പോൾ +1 അഡ്മിഷൻ 10ാം ക്ലാസ് കഴിഞ്ഞവരുണ്ട്, +2 കഴിഞ്ഞവരുണ്ട്. ഇപ്പോൾ +2 കഴിഞ്ഞവർക്ക് ഇനി അവരുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ 1-2 കാര്യം കൂടി ഞാൻ അതിനൊക്കെ സൂചിപ്പിക്കാം. 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് +1 അപേക്ഷ കൊടുത്തിട്ടുണ്ടാവും. 15ാം തീയതിയാണ് ഫസ്റ്റ് അലോട്ട്മെന്റ് വരിക. അത് അതിൻ്റെ വഴിക്കും നടക്കും, കാരണം അപേക്ഷിച്ച് കഴിഞ്ഞു. ഇപ്പോൾ പോളിടെക്നിക്ക് വിളിച്ചിട്ടുണ്ട്. ടെക്നിക്കലായിട്ട് താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് പോളിടെക്നിക്കിൽ പോകാം. അതിന് ഓൺലൈനായിട്ടാണ് കൊടുക്കേണ്ടത്. അക്ഷയയിൽ പോയിട്ട് കൊടുക്കുക. അപ്പോൾ പോളി നമുക്ക് നിയറസ്റ്റ് തിരൂരുണ്ട്, പിന്നുള്ളത് കോട്ടക്കലുണ്ട്, പെരിന്തൽമണ്ണ ഉണ്ട്. കോട്ടക്കലുള്ളത് പെൺകുട്ടികൾക്ക് മാത്രമുള്ളതാണ്, പെരിന്തൽമണ്ണ മിക്സഡാണ്, ഗവൺമെൻറ്റാണ്. അപ്പോൾ പോളിയിൽ കൊടുക്കാം. 3 വർഷത്തെ ഡിപ്ലോമയാണ്. അതേപോലെ ITI വിളിച്ചിട്ടുണ്ട്. ടെക്നിക്കലായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് 1 രൂപ പോലും ചെലവഴിക്കാതെ ഇങ്ങോട്ട് സ്റ്റഡി ചെയ്തിട്ട് പഠിക്കാവുന്നതാണ് ITI എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് സ്ഥാപനം തുടങ്ങാം. ലൈസൻസ്, ഇപ്പോൾ വീട് വയർ ചെയ്യാനൊക്കെ ഉള്ള ലൈസൻസ് കിട്ടും. അങ്ങനെയൊക്കെ ചെയ്യാം. വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ സ്കിൽ വർക്കേഴ്സിന് ടെക്നീഷ്യന്മാർക്ക് ഭയങ്കര ഡിമാൻഡാണ്. നമ്മുടെ നാട്ടിലും AC മെക്കാനിക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ, മാർച്ച് ഏപ്രിൽ മെയ്യിൽ AC കംപ്ലൈൻറ്റ് വന്ന് വിളിച്ചാൽ രക്ഷയൊന്നും വരില്ല. അമ്മാര് ഡിമാൻഡാണ് ഇല്ലേ? അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളുണ്ട്. ഗൾഫിലൊക്കെ പോയി കഴിഞ്ഞാലൊക്കെ ധാരാളം സ്കോപ്പുകളാണ്. അവിടെയൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് ഈ ടെക്നിക്കലായിട്ടുള്ള സ്കില്ലുള്ള ആൾക്കാർക്കാണ് കൂടുതൽ പിടിച്ചു നിൽക്കാൻ പറ്റുക. അപ്പോൾ അതൊക്കെ ആലോചിക്കുക. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വിളിച്ചിട്ടുണ്ട്, അപേക്ഷിക്കുക. ഇനി +2 കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ എൻട്രൻസുകളൊക്കെ കഴിഞ്ഞു. +2 സയൻസ് പഠിച്ചിട്ടുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് പാരാമെഡിക്കൽ, ഇപ്പോൾ നേഴ്സിങ്ങിന്, MLT, ഫിസിയോതെറാപ്പി, ഡയാലിസിസ് തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾക്ക് ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. ഇന്നലെ മുതൽ വിളിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത് LBSൻ്റെ ഇതിലാണ് പോകുന്നത്. അക്ഷയയിൽ പോയി കഴിഞ്ഞാൽ അവർ, അല്ലെങ്കിൽ നിങ്ങൾ സ്കൂളിൽ പോയാൽ അവർ ചെയ്തു തരും. അതിന് അപേക്ഷിക്കാൻ പറ്റിയ സമയമാണിപ്പോൾ. അത് കൊടുക്കാം. അത് 4 വർഷത്തെ ഡിഗ്രി കോഴ്സുകളാണ് പാരാമെഡിക്കൽ. ഇതിന് പുറമെ നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കോളേജുകൾ, MG യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കോളേജുകൾ, കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കോളേജുകൾ, കേരള കീഴിലുള്ള അവരൊക്കെ വിളിച്ചിട്ടുണ്ട്. 15ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്, 15ാം തീയതി. അതേപോലെ തന്നെയാണ് ഓട്ടോണമസ് സ്ഥാപനങ്ങളായിട്ട് ഫറൂഖ് കോളേജ്, MES മമ്പാട്, പിന്നെ കോഴിക്കോട് ഭാഗത്ത് പോകണം, മലബാർ ക്രിസ്ത്യൻ കോളേജ്, തെക്കോ അങ്ങോട്ട് പോവുകയാണെങ്കിൽ സെൻറ് തോമസ്, സെൻറ് മാരീസ്, അങ്ങനെ പിന്നെ ക്രൈസ്റ്റ്, അങ്ങനെയൊക്കെ പോവും. അങ്ങനെയൊക്കെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ അപേക്ഷകൾ കൊടുക്കാം. ഡിഗ്രി കോഴ്സുകളൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ഈ 15ാം തീയതിക്കുള്ളിൽ കൊടുക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ. ഇനി ഇതല്ലാത്ത പിള്ളേരുണ്ടോ? ഇനി അതിനൊക്കെ അപേക്ഷകൾ കൊടുക്കുക. 18 വയസ്സ് കഴിഞ്ഞാൽ, 10ാം ക്ലാസ്സും കഴിഞ്ഞാൽ നമുക്കൊക്കെ ഗവൺമെൻറ് ജോലികൾക്ക് എന്താ പറയുക, ടെസ്റ്റുകൾ എഴുതാം. LD ക്ലർക്ക് മുതൽ അങ്ങോട്ട് തുടങ്ങാം. അപ്പോൾ 18 വയസ്സ് കഴിഞ്ഞാൽ ഒരു 1 ടൈം രജിസ്ട്രേഷൻ നമുക്ക് വേണമെങ്കിൽ മഹലിനൊക്കെ അങ്ങനെയൊക്കെ വെക്കാം. മഹലിലുള്ള എല്ലാവരെ കൊണ്ട് 1 ടൈം രജിസ്ട്രേഷൻ ഒക്കെ ചെയ്യിപ്പിക്കാം. അങ്ങനത്തെ ഒക്കെ വേണമെങ്കിൽ ഫംഗ്ഷനൊക്കെ വെക്കുക. വളരെ സിമ്പിളാണ്. ഏതൊരു അക്ഷയക്ക് അത് ചെയ്യുക. അത് നിങ്ങൾ സർട്ടിഫിക്കറ്റിൽ അപ്ലോഡ് ചെയ്യുക. ഓരോ +2 കഴിയുമ്പോൾ ആ സർട്ടിഫിക്കറ്റ് അതിൽ അപ്ലോഡ് ചെയ്യുക. പരീക്ഷകൾ എഴുതുക. മത്സര പരീക്ഷകൾ എഴുതണം. ജനറൽ നോളേജ് കൂട്ടണം. ഇംഗ്ലീഷ് വേണം. പത്രങ്ങൾ വായിക്കുക. ജനറൽ നോളേജ്, ഇംഗ്ലീഷ്, ന്യൂമറിക്കൽ എബിലിറ്റി, ഇതൊക്കെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ പലതരത്തിലുള്ള PSC, UPSC, SSC, സ്റ്റാഫ് സെലക്ഷൻ, അങ്ങനെയൊക്കെയുള്ള കംപ്ലീറ്റ് കാര്യം, RRBയിൽ ടെക്നിക്കലായിട്ടുള്ള അതൊക്കെ അല്ലാത്ത പോസ്റ്റുകളുണ്ട്. റെയിൽവേയിൽ 14 ലക്ഷം ജീവനക്കാരുണ്ട് റെയിൽവേയിൽ. ഒരു വർഷം 80,000-ഓളം ആൾക്കാർ റിട്ടയർ ആവും. എൻജിനീയറിംഗ്, മെഡിക്കൽ തുടങ്ങി ടെക്നിക്കലായിട്ടും നോൺ ടെക്നിക്കലായിട്ടുള്ള ധാരാളം ഫീൽഡുകളുണ്ട്. റെയിൽവേയിലെ ഒരു നോൺ ടെക്നിക്കൽ മേഖല ഫീൽഡ് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? റെയിൽവേയിലെ നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു ഫീൽഡ് ഒരു ഇത് പറയാൻ പറ്റും ആർക്കെങ്കിലും? ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ടോ? ട്രെയിനിൽ യാത്ര ചെയ്യാത്തവരുണ്ടോ? കൈവയ്ക്കേ. ചെയ്യാത്തവര് അപ്പൊ എല്ലാവരും യാത്ര ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടോ?
ടിക്കറ്റ് എടുക്കലുണ്ടോ? അവിടെ ഇരിക്കുന്ന ആൾക്കാരുടെ ക്വാളിഫിക്കേഷൻ എന്താവും? അവിടെ ഇരിക്കുന്ന ആൾക്കാരുടെ ക്വാളിഫിക്കേഷൻ എന്താ? ടിക്കറ്റ് ആ പുറത്തെ കൗണ്ടറിന്റെ ഉള്ളിൽ ഇരിക്കുന്ന വെള്ള ഷർട്ടൊക്കെ ഇരിക്കുന്ന ആൾക്കാരില്ലേ, എന്തായിരിക്കും? വെറും +2, 45,000 50,000 രൂപ ശമ്പളം വാങ്ങണം. റെയിൽവേയിൽ ട്രെയിനിൽ യാത്ര അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രീ. ഈ ട്രെയിനിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാലുണ്ടാവും നമ്മൾ ടിക്കറ്റ് എടുത്തില്ലെങ്കിൽ നമ്മളെ പിടിക്കാൻ പറഞ്ഞ ടീമുണ്ട്. ആരാ? വെറും +2കാരാണ്. 60,000 രൂപയ്ക്ക് നമുക്ക് ശമ്പളം സ്റ്റാർട്ടിങ്ങിൽ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ വെറും 10ാം ക്ലാസ്സും +2 ഒക്കെ മതി. അങ്ങനെയുള്ള കുറെ പോസ്റ്റുകളുണ്ട്. ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ടോ? നമ്മളെ മക്കളൊക്കെ രാവിലെ എഴുന്നേറ്റിട്ട് കയ്യും കാലൊക്കെ ഒന്ന് കുടഞ്ഞൊന്ന് സ്പീഡിൽ നടക്കുക. ജിമ്മിൽ പോണ കുട്ടികളൊക്കെ ഇഷ്ടംമാരുണ്ട്. ജിമ്മിനേക്കാൾ ഉപരി കൂടുതൽ നടക്കുക, ഓടുക, എന്തെങ്കിലും പിടിച്ച് കയറുക, അതൊക്കെ നോക്കുക. ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ടോ? +2 മാത്രം മതി. നിങ്ങൾക്ക് പോലീസ് കോൺസ്റ്റബിൾ എന്നല്ല ഇപ്പോൾ പറയാ, സിവിൽ പോലീസ് ഡിഗ്രി കൂടി ഉണ്ടെങ്കിൽ അവർക്ക് SI ആവാം. അതിന് പുറമെ ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് ഫോഴ്സുകളുണ്ട്. വെറും +2 മതി. പെൺകുട്ടികൾക്കാണെങ്കിൽ 10ാം ക്ലാസ് മാത്രം മതി. അവർ പറയുന്ന ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ടാവണം. നമ്മളെ കുട്ടികൾക്കൊക്കെ ഇല്ലാത്തൊരു കാര്യമാണ്. അവരൊക്കെ നമ്മളെ കുട്ടികളൊക്കെ ഇന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ചെറിയ രക്ഷിതാവ് വന്ന് ഇതേമാതിരി എൻ്റെ അടുത്ത് കൗൺസിലിംഗിൽ വന്നിട്ട് അതിൻ്റെ ഉമ്മ പറഞ്ഞത്, സാറേ ഇവൻക്ക് ചിക്കൻ ഇല്ലാണ്ട് ഭക്ഷണം ഇറങ്ങില്ല. ചിക്കൻ ഇല്ലാണ്ട് വേറെ ഒന്നും അവർക്ക് പറ്റും, അവർക്ക് ചിക്കനേ പറ്റുള്ളൂ. ഞാൻ ചോദിച്ചു ഇവനെന്താ കുറുക്കനാ? അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മളെ മക്കളിനെ കഴിക്കുള്ളൂ എന്ന് വാശി. അതൊന്നും അങ്ങനൊക്കെ. അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്ന ഭക്ഷണ രീതികൾ മാറി. അതുകൊണ്ട് തന്നെ ചിലരുടെ ഷേപ്പുകൾ മാറി ഇല്ലേ? പലതരത്തിലുള്ള ഹോർമോണൽ ഇംബാലൻസ് പെൺകുട്ടികൾക്ക് മാത്രമല്ല ആൺകുട്ടികൾക്കും വരാൻ തുടങ്ങി. ആൺകുട്ടികൾക്കും പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ ഒന്നും ഇല്ലാതിരിക്കാൻ ഭക്ഷണമൊക്കെ പ്രോപ്പറാക്കി മാറ്റുക. രാവിലെ നമ്മൾ എന്താ പറയാ, ആവിയിൽ വേവിച്ച ഭക്ഷണം നമ്മൾ മക്കൾക്ക് കൊടുക്കുക. ഉച്ചക്ക് നല്ല ചോറും മീൻകറിയും ഉപ്പേരിയും ഒക്കെ വെച്ച് കഴിക്കുക. വൈകിട്ടും അതുപോലെ തന്നെ ചെയ്യുക. മാസത്തിലോ ആഴ്ചയിലോ ഒരു ദിവസം ആക്കുക ഈ ചോറും മന്തിയൊക്കെ കഴിയുന്നതും കുറയ്ക്കുക. ഒരു മാസത്തിൽ 1 or 2 പ്രാവശ്യമൊക്കെ ആയിട്ട് കുറയ്ക്കുക. അങ്ങനെയൊക്കെ ഭക്ഷണ രീതികളിലൊക്കെ മാറ്റി. ഇനി കഴിക്കുന്നുണ്ടോ? കഴിച്ചോളൂ, ഒരു പ്രശ്നമില്ല. പക്ഷെ അതിനനുസരിച്ച് നമ്മുടെ ശരീരം ഇളകണം. നമ്മളെ കുട്ടികൾക്ക് വ്യായാമം വേണം. അങ്ങനെ വ്യായാമം ചെയ്തു കഴിഞ്ഞാലേ ചില മേഖലകളിൽ ജോലി കിട്ടുകയുള്ളൂ. ഇങ്ങനെയൊക്കെ നിങ്ങളും ചിന്തിച്ചു നോക്കി. അപ്പൊ ഇതാ ഞാൻ പറയും, ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചിന്തകൾ വരണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി കുറച്ച് നേരം ഈ സാധനത്തിനെ ഓഫാക്കിയിട്ട് മാറ്റി വെക്കുക. 24 മണിക്കൂറിൽ 1 മണിക്കൂർ മതി. ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മളൊന്ന് വെറുതെ ഇരുന്ന് നോക്കുക, ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു ലൈഫില് എന്തെങ്കിലും ഒരു ഗോൾ സെറ്റ് ചെയ്യുക. ഒരു 5 വർഷം കഴിഞ്ഞാൽ, +2 കഴിഞ്ഞ കുട്ടികളൊക്കെ ആണെങ്കിൽ ഒരു 3 വർഷം 5 വർഷം കഴിഞ്ഞാൽ ഞാൻ എന്താകണം? മത്സര പരീക്ഷകൾ അഭിമുഖീകരിക്കണം. ഇപ്പൊ ഒരു ട്രെൻഡ് ഉണ്ട്, ഇപ്പൊ ഒന്ന് കുറഞ്ഞെങ്കിലും ഇപ്പൊ അടുത്ത കാലത്ത് വരേണ്ട ട്രെൻഡാണ് പുറത്തു പോയി പഠിക്കുക. എവിടെ പഠിക്കുക? യൂറോപ്പിൽ പോയി പഠിക്കുക. അതെന്താ? അവിടെ പോയാൽ പഠിക്കുക, എന്തെങ്കിലും പണി ചെയ്യുക. ഇപ്പൊ അടുത്ത കാലത്ത് ഞാൻ പറയാൻ പാടില്ലെങ്കിൽ പറയാം, മക്കള് ഒരു വാഴ 2 എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. വാഴ 2 എന്ന് പറഞ്ഞിട്ട്. ആ സിനിമയിൽ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാല് പുറത്തു പോയി പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ് അതിൽ കൂടുതലായി കാണിക്കുന്നത്. സത്യം തന്നെയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ലക്ഷക്കണക്കിന് രൂപ നമ്മളിവിടെ കെട്ടിവെച്ച് പോയിട്ട് അവിടെ പോയിട്ട് നല്ല കോളേജിൽ പഠിക്കാൻ പറ്റാതെ പാർട്ട് ടൈം ജോബ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സർവീസ് സെന്ററിൽ ജോലി, ഈ ഡെലിവറി ബോയ്, ഈ KFC പോലെയുള്ള ചിക്കൻ ഷോപ്പുകളിൽ ക്ലീനിങ്ങിന്, ഇങ്ങനെയൊക്കെ പറഞ്ഞേക്കേണ്ട ഒരു ആവശ്യമുണ്ടോ നമ്മളെ മക്കളെ? നമ്മളെ മക്കളൊക്കെ അങ്ങനെ പഠിപ്പിക്കേണ്ട ഒരു ആവശ്യമുണ്ടോ? ഇല്ല. നമ്മളെ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റിയ സ്ഥാപനങ്ങൾ, നല്ല ലോക നിലവാരമുള്ള സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ അത് കിട്ടണമെങ്കിൽ മത്സര പരീക്ഷകൾ അഭിമുഖീകരിക്കണം. കുട്ടികൾക്ക് മത്സര പരീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ കാര്യമില്ല. പിന്നെ കുടുംബത്തിൽ കാശുണ്ടാവണം. കുടുംബത്തിൽ കാശുണ്ടെന്ന് വെച്ചിട്ട് മക്കളെ പറഞ്ഞയക്കരുത്. അത് അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, പുറത്തു പോയി പഠിക്കാൻ ചുരുങ്ങിയത് ഒരു 30-40 ലക്ഷം രൂപ വേണം. നോക്കുക, യൂറോപ്പിൽ പോയി പഠിക്കുന്നു. MBBS കാര്യം നിൽക്കട്ടെ, അത് വേറെ വഴി, അതും പറയേണ്ട കാര്യം തന്നെ.
ഈ 30-40 ലക്ഷം കൊടുത്ത് വെച്ചിട്ട് നമ്മളെ കുട്ടികൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, നമ്മളെ കുട്ടികൾ പഠിക്കാൻ പോകുന്ന അവിടുത്തെ പ്രൈവറ്റ് സ്ഥാപനങ്ങളിലാണ്. എവിടുത്തെ പ്രൈവറ്റ് സ്ഥാപനങ്ങളിലാണ്. ആ പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ പഠിക്കുമ്പോൾ നമ്മളെ കുട്ടികൾക്ക് വിചാരിച്ച തരത്തിലുള്ള രീതിയിൽ എത്താൻ പറ്റില്ല. പിന്നെ പഠിക്കാം, ഇവിടെ നിന്നുകൊണ്ട് ശ്രമം നടത്തി അവിടെയുള്ള പബ്ലിക് യൂണിവേഴ്സിറ്റികളിൽ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ജർമ്മനിയിൽ പഠിക്കാമെന്ന്, പക്ഷെ അത് അവിടുത്തെ പബ്ലിക് യൂണിവേഴ്സിറ്റിയിലാണ്. ജർമ്മനിയിൽ പോകണമെങ്കിൽ എന്ത് വേണം? അവിടുത്തെ ഭാഷ ലെവൽ 1 ലീവ് നമ്മൾ പഠിക്കണം, എന്നാലേ അവിടെ പഠിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മളെ കുട്ടികൾ പോയാൽ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ. അപ്പോൾ ഒരു കാര്യം പറയാം, ഞാൻ വേഗം അവസാനിപ്പിക്കാം. അക്കരെ നിന്നാ ഇക്കരെ പച്ചാന്ന് പറഞ്ഞ മാതിരി ചിന്തിക്കണ്ട. മെനക്കെടാൻ തയ്യാറുണ്ടെങ്കിൽ മാത്രമേ ഇനി കാലത്ത് നമ്മുടെ കുട്ടികൾക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ അവരവരുടെ കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് പലതരത്തിലുള്ള ശ്രമങ്ങൾ നടത്തണം. അതിനുള്ള കഴിവ് അവർക്കുണ്ടാവണം. അങ്ങനെയുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. ഞാൻ അവസാനിപ്പിക്കാം. എന്തെങ്കിലും സംശയങ്ങൾ വല്ലതും ഉണ്ടോ? എന്തെങ്കിലും കൂടുതൽ? അത് എല്ലാവരും ചായയിൽ മുഴുകിയോ? കഴിച്ചുകൊണ്ട് ചോദിച്ചോ. കഴിച്ചുകൊണ്ടും ചോദിച്ചോളൂ. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, അവസരമാണ്. അയ്യോ ഞാനങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ വിചാരിക്കുക, അങ്ങനെ ചിന്തിക്കാക്കണ്ട. അപ്പൊ ആരും ചോദിക്കൂല. പണ്ട് കുട്ടികളൊക്കെ അങ്ങനെ തന്നെ. എന്നോട് ഞാനിങ്ങനെ ചോദിച്ചു, മക്കളെന്താ നിങ്ങളൊന്നും ചോദിക്കാത്തത്? അപ്പോൾ ഒരു കുട്ടി ഇങ്ങനെ പറഞ്ഞ്, സാറേ ഞാനിങ്ങനെ ഒരു ക്ലാസ് തേമാരി കൂടി, പിന്നെ എന്നോട് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ചോദിച്ചു, നിനക്ക് എന്താവാൻ ആഗ്രഹം ചോദിച്ചു. അപ്പോൾ ഒരു ആൾ പറഞ്ഞു, നമുക്ക് അവസാനിപ്പിക്കാം. ഇതൊക്കെ സംശയങ്ങളൊന്നും ഇല്ലാന്ന് വിചാരിക്കും. ഇല്ല. അപ്പൊ മക്കളെ, ഒറ്റ കാര്യം പറയാൻ തോന്നുള്ളൂ. 1-2 കാര്യങ്ങൾ. നിങ്ങൾ വിഷ്വലൈസ് യുവർ ഫ്യൂച്ചർ. നമ്മളെ ഭാവിയെ കുറിച്ചൊന്ന് സ്വപ്നം കാണണം മക്കള്. അങ്ങനെ സ്വപ്നം കണ്ട് സെറ്റ് എ ഗോൾ. ഒരു ഗോള് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അടുത്ത 5 വർഷം കൊണ്ട്, അടുത്ത 4 വർഷം കൊണ്ട് ഞാൻ എവിടെ എന്ത് പഠിക്കണം, അതിലെ ഏറ്റവും നല്ല സ്ഥാപനം എന്താണ്, അതിൻ്റെ എൻട്രൻസുകളുണ്ട്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ അന്വേഷണം നടത്തും. കൂടാതെ നമ്മുടെ സ്കില്ല് കൂടി ഡെവലപ്പ് ചെയ്യാനുള്ള പല കാര്യങ്ങളും കൂടി നമ്മൾ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ ഒക്കെ ചിന്തിച്ച് വെറുതെ നമ്മുടെ ഭാവിയെ നമ്മൾ നല്ല രീതിയിലൂടെ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. അതിൽ തടസ്സങ്ങൾ പല ഘടകങ്ങളുണ്ട്. ഒന്ന് ഡിജിറ്റൽ മീഡിയ എന്ന് പറഞ്ഞ സാധനം, അതിൻ്റെ ഉപയോഗം നമുക്ക് ഒഴിവാക്കാൻ പറ്റൊന്നുമില്ല. കാരണം കാലഘട്ടം അങ്ങനെയാണ്, അതില്ലാതെ പറ്റില്ല. പക്ഷെ അതിനെ കുറച്ച് സമയം നമ്മൾ അതിൽ നിന്നൊന്നും മാറി നിന്ന് ചിന്തിക്കാനുള്ള ഒരു കഴിവ് നമുക്ക് വേണം. അങ്ങനെ നമുക്ക് ചിന്തിക്കുന്ന നമ്മുടെ കുടുംബത്തിനും സമൂഹത്തിനും എല്ലാം ഉപകാരപ്രദമാകുന്ന രീതിയിൽ എന്താ പറയുക, ആത്മീയമായ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന അതേപോലെ തന്നെ ഭൗതികമായിട്ടുള്ള ഈ മേഖലയ്ക്കും ഇമ്പോർട്ടൻസ് കൊടുത്ത് എല്ലാവരും ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ നല്ലൊരു ഭാവി നമ്മുടെ മക്കൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ മഹത്തായ പരിപാടി വിജയപ്രദമാക്കിയ നമ്മുടെ മഹല്ല് പ്രസിഡന്റ് മുഹമ്മദ് ഹാജി, സെക്രട്ടറി വൈസ് പ്രസിഡന്റുമാരായ അബ്ദുറഹ്മാൻ ഹാജി, ഷാഫി ഹാജി, സെക്രട്ടറി ഹജ്ജിന് പോയിരിക്കുകയാണ്, അതിന് ചാർജുള്ള സെക്രട്ടറി കൂടിയായ അബ്ദുൽ ഖാദർ ഹാജി, മെക്കൊണത്ത് യൂസുഫ് മാസ്റ്റർ, ട്രഷറർ മുഹമ്മദ് കുട്ടി ഹാജി, പിന്നെ അക്കാഡമിക് കമ്മിറ്റി മെമ്പർമാരായ മൻസൂർ മാഷ്, സലാം ഫൈസി തുടങ്ങി ഒട്ടേറെ ഈ പരിപാടി ധന്യമാക്കിയിട്ടുണ്ട്. നമ്മുടെ മദ്രസയുടെ KP ഹംസ ഹാജി, അങ്ങനെ ഞാനിപ്പോൾ ഓരോരുത്തരുടെ പേരെടുത്ത് പറയുന്നില്ല. പിന്നെ അതിനും അപ്പുറം നമ്മുടെ ഈ പരിപാടി ഗംഭീരമാക്കിയ നമ്മുടെ അറിയപ്പെടുന്ന ഇൻ്റർനാഷണൽ ട്രെയിനർ റാഫി പൊന്നാനി, അദ്ദേഹം എൻ്റെ ഭാര്യയുടെ ഒരു അകന്ന ബന്ധു കൂടിയാണ്. അതെ, അവരവിടെ ഒരു അകന്ന ബന്ധു കൂടിയാണ്, അതെനിക്കറിയില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ പരിപാടി വളരെ ഭംഗിയായി നടത്താൻ സഹായിച്ച എല്ലാവർക്കും നന്ദി പ്രകാശനം നമ്മുടെ അവാർഡ് ദാനത്തിന് ശേഷമാണ്.
ഞാൻ മഹലിന് വേണ്ടിയും എൻ്റെ സ്വന്തം നിലക്കും കടപ്പാടും കൃതജ്ഞതയും അറിയിക്കുന്നു. ഒപ്പം നമ്മുടെ ഈ പരിപാടി ഇന്ന് ഇത്രയും കളർഫുള്ളാക്കി തന്നത് നമ്മുടെ ഈ ടീയും സ്നാക്സുമാണ്. ആ സംഭാവന ചെയ്തത് നമ്മുടെ പ്രിയപ്പെട്ട കമ്മിറ്റി മെമ്പർ കൂടിയായ വള്ളിയങ്ങൽ ഇബ്രാഹിം, അദ്ദേഹത്തിൻ്റെ ബി ബേക്കറി മിശപ്പടി ബി ബേക്കറിയാണ്. അള്ളാഹു മഹത്തായ പ്രതിഫലം നൽകി അവരുടെ പ്രസ്ഥാനത്തിനും കച്ചവടത്തിനും അനുഗ്രഹം ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഈ അവാർഡ് ദാന ചടങ്ങിലേക്ക് പ്രവേശിക്കുകയാണ്. ട്രെയിനർ പോകരുത്, ഞങ്ങളുടെ അവാർഡ് ദാനം കഴിഞ്ഞേ പോകാവൂ എന്നും അപേക്ഷിക്കുകയാണ്. അതുകൊണ്ട് എല്ലാ കമ്മിറ്റി മെമ്പർമാരും ഇവിടെ ഉണ്ടായിരിക്കണം. എല്ലാവർക്കും നമ്മുടെ കുട്ടികൾക്കൊരു പ്രോത്സാഹനം എന്നോണം ഈ അവാർഡ് നൽകേണ്ടതുണ്ട്. നമുക്ക് അവാർഡ് ദാന ചടങ്ങിലേക്ക് കടക്കാം. ആദ്യം നമ്മൾ SLC അല്ലേ? ആദ്യം SLC, പിന്നെ +2, പിന്നെ ടോപ്പ്+. അങ്ങനെ വിളിക്കും. എല്ലാ കുട്ടികളും ഉടനെ മുന്നോട്ട് വരണം. നമുക്ക് പരിപാടി ഒരു 4:30 മണിയാകുമ്പോഴേക്ക് വൈൻഡപ്പ് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ 4 മണിയായിരുന്നു, പക്ഷെ തുടങ്ങിയപ്പോൾ 2:27 അതുകൊണ്ട് ഒരു ½ ആൻ അവർ മുന്നോട്ട് പോയതാണ്. ക്ഷമിക്കണം. നമ്മൾ വിളിക്കുന്ന വിദ്യാർത്ഥിനികൾ ഇവിടെ വന്ന് സ്റ്റേജിൽ വന്ന് ഏറ്റുവാങ്ങേണ്ടതാണ്. ആദ്യമായിട്ട് ഹയർ സെക്കൻഡറിയിൽ ഫുൾ A+ വാങ്ങിയിട്ടുള്ള ദിയാന അഷ്റഫ് എന്നിവരെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അത് കൊടുക്കുന്നതിന് വേണ്ടി മഹല്ല് പ്രസിഡന്റ് കൂടിയായിട്ട് ഈ മുഹമ്മദ് ഹാജിയെ വളരെ വിനയപൂർവ്വം, അദ്ദേഹത്തിൻ്റെ അവളുടെ ഫാദറാണ് വന്നിട്ടുള്ളത്. അവൾക്ക് വേണ്ടി ഫാദറിനെ ക്ഷണിക്കുന്നു.